ഐറ്റം വേറെയിലെ അടുത്ത സ്കിറ്റ് നമുക്കൊരു വീട് വരെ പോയിട്ട് വരാം. അപ്പൊ വീട്ടിലുള്ളവരെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം മനോജ് വലഞ്ചുഴി, ശ്യാം കടക്കാവൂർ ആൻഡ് സൂര്യശ്രീ. ഇത് ഐറ്റം വേറെ. കിടക്കം പൈസ, പുതിയ പൈസ, നല്ല മണം. സരസമ്മ പാലമറൂർ 4000 രൂപ കടം വാങ്ങിച്ചതാണ്. അത് പിന്നെ എൻ്റെ അപ്പച്ചിയാ പോട്ടെ. ഭാസ്കരൻ അതും കടം വാങ്ങിച്ചാ 4000 രൂപ. ധനപാലം 150 രൂപ, എന്തോ പേരാണ് 150 രൂപയ്ക്ക് എൻ്റെ അത് കടം വാങ്ങിച്ചേക്കുക. കോമളൻ 10000 രൂപ, 1 വർഷമായി എൻ്റെ അത് കടം വാങ്ങിച്ചിട്ട്. ഇവിടെ അമ്മാവൻ്റെ മോനാ, അവർ ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. ഈ കടം വാങ്ങിക്കാൻ എല്ലാവർക്കും വലിയ എളുപ്പമാണ്. ഇത് തിരിച്ചു തരാൻ നാണമില്ലയോ? അല്ലെങ്കിൽ കൊടുക്കുന്നവനെങ്കിലും ഒരു നാണം വേണ്ടായോ? കാണിക്കുന്നതൊന്നും ശരിയല്ല, മോശമാണ് ഇങ്ങനൊക്കെ കാണിക്കുന്നത്. ഇതൊന്നും പാടില്ല. പുറയുന്നൊരു തൊലി കൊടുക്കണം ഇതിനെല്ലാത്തിനും കൂടെ. എന്തുവാ നിങ്ങളുടെ ഉദ്ദേശം? അല്ല എന്തുവാ നിങ്ങൾ ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലയോ? അല്ല എനിക്കൊന്നും ചെയ്യാൻ പാടില്ലയോ? അല്ല നിങ്ങൾ എന്തോ ഈ പറയുന്നത്? ഇതെന്തോ ആരെ കുറിച്ച് പറയുന്നത്? കടം വാങ്ങിച്ചിട്ട് പൈസ തിരിച്ചു തരുന്നില്ല, അതിന്റെ കാര്യത്തെ പറ്റി ഞാൻ പറഞ്ഞത്. പലിശക്ക് പൈസ കൊടുക്കുമ്പോ ആലോചിക്കണം. ഈ കണ്ട നാട്ടുകാരുടെ മൊത്തവും പ്രാക്കുണ്ട് നിങ്ങൾക്ക്. ഇവിടെ പറഞ്ഞേട്ടാ, പലിശക്ക് പൈസ കൊടുത്താൽ പ്രാക്ക് കിട്ടുന്നു. അപ്പുറത്തെ സരസമ്മച്ചയ്ക്ക് 50 രൂപ കൊടുത്തിട്ട് തലേ കൈവച്ച് പ്രാക്ക് കിട്ടി 75 രൂപ വാങ്ങിച്ചോളാം ഇവള്. എന്റെ ഇത് കാരണമാ പലിശക്ക് പൈസ കൊടുക്കും. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, പലിശക്ക് പൈസ കൊടുക്കുകയും ചെയ്യും. നിന്റെ അമ്മാവന്റെ മോൻ ആ കോമളം ഉണ്ടല്ലോ, 10000 രൂപ വാങ്ങിച്ചിട്ട് 1 വർഷമായി. അവന്റെ ഇത് തിരിച്ചു വാങ്ങിച്ചു തരണം. കോമളം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരും. ഞാൻ എത്രയോ പ്രാവശ്യം കൊടുത്തേക്കുന്നത്, എനിക്ക് തിരിച്ചു തന്നല്ലോ. എന്തുവാ പൈസ? എത്ര രൂപ? 500 രൂപ. 500 രൂപ? 500 രൂപ അല്ല, 10000 രൂപ അവൻ വാങ്ങിച്ചത്. ഇനി അവൻ പൈസ ചോദിച്ചു കൊടുക്കുന്നത് ആ കോമളന്റെ കോമള ഞാൻ ചവിട്ടി പൊട്ടിക്കും. വർത്താനം പറഞ്ഞപ്പോ നിങ്ങളുടെ ബന്ധുക്കാർ വാങ്ങിക്കുന്നതിന് ഒരു കുഴപ്പമില്ലയോ? കഴിഞ്ഞ ആഴ്ച വന്നല്ലോ നിങ്ങളുടെ ചിറ്റപ്പൻ ഇവിടുന്ന് കരഞ്ഞ് കാല് പിടിച്ച് 5000 രൂപ വാങ്ങിച്ചോണ്ട് പോയില്ലേ? 5000 രൂപ ചിറ്റപ്പൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ 5000 രൂപ ചിറ്റപ്പൻ തിരിച്ചു തരും. ഒലക്ക തരും. അയ്യാ, ഞങ്ങളുടെ ചിറ്റപ്പൻ ഒലക്കെങ്കിലും തരുമല്ലോ. നിങ്ങളുടെ വീട്ടുകാർ എന്തെങ്കിലും തരുപടി. നിങ്ങൾ അപ്പൂപ്പൻ എല്ലാവരും കൂടി കടം ഉണ്ടാക്കി വെച്ചത്. ഓ, എന്റെ അപ്പൂപ്പൻ എന്നെ പൊന്നേ പാലേ തേനേന്നും പറഞ്ഞ് എന്നെ വളർത്തിക്കൊണ്ട് വന്ന് എന്റെ അപ്പൂപ്പൻ സുഖമില്ലാതെ കിടക്കുവാ. എന്റെ അപ്പൂപ്പൻ ആയുസ് കൊടുക്കണേ ദൈവമേ. സുഖമില്ലാതെ കിടക്കും. എനിക്ക് കടം ഉണ്ടാക്കി വെച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാൻ വേണ്ടി 1.5 മണിക്കൂർ കൊണ്ട് 12000 രൂപ ഞാൻ ആംബുലൻസുകാർക്ക് കൊടുത്തത് നിങ്ങളുടെ അപ്പൂപ്പന്. കള്ളത്തരം പറയരുത്. ആംബുലൻസിന് ഇവിടെ 12000 രൂപ, 10000 രൂപ നിങ്ങൾ കൊടുത്തോളൂ. അതെനിക്കറിയാം. അതിനായിട്ട് ഉള്ളായിരുന്നു ആംബുലൻസ് കയറി കുറച്ചങ്ങോട്ട് കയറിയപ്പോൾ നിങ്ങളുടെ അപ്പൂപ്പൻ പറയാ ഇടിക്കുന്ന സ്പീക്കർ വേണമെന്ന് പറഞ്ഞു ആംബുലൻസിനകത്ത്. എന്നിട്ട് അപ്പാൻ സ്പീക്കർ വാടകയ്ക്ക് എടുത്ത് കയറ്റി വെച്ചു. ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് വരെ നിന്റെ അപ്പൂപ്പൻ ഡാൻസ് കളിക്കുമായിരുന്നു ആംബുലൻസിനകത്ത് കിടന്നിട്ട്. ദൈവമേ, വേദന കൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് പൊളഞ്ഞു കാണും, അത്രേ ഉള്ളൂ. ഈ വേദന കൊണ്ട് ഇങ്ങനെയാന്ന് പറയുന്നത്, ഇങ്ങനെയാണ് വേദന കൊണ്ട് പറയുന്നത്. അവിടെ സ്ട്രക്ചറെ കൊണ്ടുപോയപ്പോൾ 3000 രൂപ അങ്ങാർക്ക് കൊടുത്തു. സ്ട്രക്ചറെ കൊണ്ടുപോയി ഇവിടുന്ന് അവിടെ വരെ വലിച്ചോണ്ട് പോകുന്നതിന് 3000 രൂപ നിങ്ങൾ ആർക്ക് കൊടുത്തെന്നായി പറയുന്നത്? അങ്ങനെ കൊടുത്താൽ മതി. അവിടെ വരെ പോയാൽ മതി. അവിടെ വരെ ഉന്തിക്കൊണ്ട് പോയപ്പോൾ നിന്റെ അപ്പൂപ്പൻ പറയാം ഒന്ന് ചുറ്റോട്ടം മൊത്തം അടിച്ചിട്ട് പോകാൻ നല്ല രസമെന്ന് പറഞ്ഞിട്ട് 1 day tour ഉണ്ടാക്കി വെച്ചത് നിന്റെ അപ്പൂപ്പൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ. എന്റെ അപ്പൂപ്പൻ എന്നെ പൊന്നേ പാലേ തേനേന്നും പറഞ്ഞ് എന്നെ വളർത്തിക്കൊണ്ട് വന്നതാ. അപ്പൂപ്പൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് തോട്ടുമുക്കിലുള്ളത് നിനക്കാ മീനൂട്ടിന്ന്. അറിയാമോ? തോട്ടുമുക്കത്തുള്ളത് മീനൂട്ടാനുള്ള നിനക്കുള്ളത് നല്ലത്. മീനിന്റെ കാര്യമല്ല പറഞ്ഞത്. അവിടെ കിടക്കുന്ന 2.5 ഏക്കർ വസ്തു എനിക്ക് തരുമെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. നിനക്കിപ്പോ കിട്ടും. നിനക്ക് വീട്ടിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വന്നിട്ടെ അപ്പൂപ്പന്റെ വിരൽ വെച്ച് ഞാൻ പതിപ്പിച്ച് കൊണ്ടുപോടി. ഒന്നും നടക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ആ വീട്ടിൽ ചെന്നപ്പം 10 വിരലേലും വെള്ള പാസ്റ്റ് ചുറ്റിയിട്ടാ വന്നേക്കുന്നത്. വീട്ടുകാരൻ ചോദിച്ചില്ല. അപ്പച്ചി വന്നപ്പോ ചോദിക്കുവാ കൈക്ക് എന്തോ പറ്റിയെന്ന്. ഞാൻ പറഞ്ഞൊരു തകില് കൊട്ടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ഭയങ്കര പിടിക്കുക. ഞങ്ങളുടെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞ ചില്ലറക്കാരനൊന്നും അല്ല. 18 കളരി കാശാനാ ഞങ്ങളുടെ അപ്പൂപ്പൻ. ഞങ്ങളുടെ അപ്പൂപ്പന്റെ പയറ്റ് കണ്ടിട്ടുണ്ട്. കപ്പയൊക്കെ പുഴുങ്ങി അങ്ങോട്ട് വെക്കണം. എന്തോ പയറ്റാ അപ്പൂപ്പൻ പയറ്റുന്നത്. അപ്പൂപ്പന്റെ ചുരിക കണ്ടിട്ടുണ്ട്. ചുരുക്കാത്തല്ല പറഞ്ഞത്, തിരികാന്നാ പറയട്ടെ. അപ്പൂപ്പൻ ചുരുക. അയ്യോ, പലതരം കാര്യങ്ങൾ അറിയാം ഞങ്ങളുടെ അപ്പൂപ്പന്. അപ്പൂപ്പൻ ഇങ്ങനെ കളരിക്ക് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് പെരുവിരലെ കുത്തി ഒരു നിപ്പുണ്ട്. വിശക്കുമ്പോ വിശപ്പ് കയറുമ്പോഴാ ഉള്ളു ആന്തല് ആകുമ്പോഴാണ് നിന്റെ അപ്പൂപ്പൻ പെരുവിരലല്ല നഖത്തേലാ ഇങ്ങനെ നിൽക്കുന്നത്. പറഞ്ഞ് എന്നെ വളർത്തിക്കൊണ്ട് വന്ന എന്റെ അപ്പൂപ്പൻ കുഞ്ഞുനാളി എന്നോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ നീ വലുതാകുമ്പോ നിനക്കൊരു രാജകുമാരൻ നിന്നെ കല്യാണം കഴിച്ചോണ്ട് പോകും. അതാ അന്ന് അപ്പൂപ്പൻ പറഞ്ഞു പറ്റിച്ചത്. രാജകുമാരൻ പറഞ്ഞു പറ്റിച്ച്. എന്റെ അച്ഛനുണ്ടല്ലോ കിരീടമില്ലാത്ത രാജാവായിരുന്നു, അറിയാവടി. ഒരു രാജാവായിട്ട് ഒരു കിരീടം വാങ്ങിച്ചു വയ്ക്കാനുള്ള കാശില്ലായിരുന്നല്ലോ. കിരീടമില്ലാത്ത കാര്യം നിന്റെ തടക്കാത്തൊന്നുമില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. മര്യാദയ്ക്ക് കോമളൻ പൈസ വാങ്ങിച്ചിരണം. എന്റെ ഇങ്ങോട്ട് നോക്കിയേ, ഈ കോമളൻ എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ എന്റെ അമ്മാവിന്റെ മോനെ കുറെ കാര്യങ്ങൾ കളരി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു നിപ്പ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കോമളന്. അവൻ അങ്ങനല്ല, എന്റെ പൊന്നു വന്ന് ഇങ്ങനെ നിൽക്കുക. ആ പൈസ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു അപ്പൂപ്പന്. ഓ പൊന്നേ പാലേ തേനേന്നും പറഞ്ഞ് എന്നെ വളർത്തിക്കൊണ്ട് വന്നത് എന്റെ അപ്പൂപ്പൻ. എന്റെ അപ്പൂപ്പൻ ആയുസ് കൊടുക്കണം എന്റെ ദൈവമേ. എന്റെ കോമളൻ ഉണ്ടല്ലോ രാവിലെ 3 തവണ എന്നെ വിളിച്ച്. ഞാൻ ഫോൺ എടുത്തില്ല, അപ്പം പൈസ വയ്ക്കാൻ വേണ്ടി വിളിച്ചതാണ്. നിങ്ങളെ ഈ നാട്ടുകാർ മൊത്തം വിളിക്കുന്ന എന്തോന്ന് അറിയാവോ? ട്രിമ്മർ ദാസൻ. ബ്ലേഡ് ഒന്നില്ലയോ?
ബ്ലേഡ് എന്ന് വെച്ചാൽ മേളിൽ നിന്ന് ചെത്തി എടുക്കത്തല്ലേ ഉള്ളൂ. ഇത് അടിയുന്നേ ഇങ്ങനെ കോരിക്കൊണ്ട് പോവില്ലേ? ഞാൻ ഒന്നുമില്ലാത്തടത്തൊന്നും വന്നോണ്ടാണ് ഞാൻ മര്യാദയ്ക്ക് അവരുടെ പൈസ മാറ്റായിരുന്നു. എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. പോയി കടക്കാപ്പി എടുത്തി സൗകര്യമില്ല എനിക്ക്. ചൗവരി വേണ്ട, കാപ്പുപൊടി ഇട്ട് കടക്കാപ്പി എടുത്താൽ മതി. കാപ്പിപ്പൊടി വേണമെങ്കിൽ വെളിയിലിരിക്കുന്ന വെള്ളം എടുത്ത് പൊക്കി അകത്ത് വെച്ച് തരണം. വസ്തു കിട്ടുമെന്ന് പറയുമ്പോൾ 60 അപ്പൂപ്പനെ പൊക്കി തത്ത് വെച്ചതിലേക്ക് ഒരുപാട് വെള്ളം എടുത്ത് വെക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല. ഞാൻ തേണ്ട അപ്പൂപ്പനെ കാണാൻ വേണ്ടി പോകാനായിട്ട് നിൽക്കും. അടുക്കള കയറാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാപ്പി എടുത്താൽ പോയി ഇല്ല. പോയി എടുക്കണേ കാപ്പി. പോയി എടുക്കണ കാപ്പി. നീ പോയി എടുക്കണ കാപ്പി. നീ പോടാ കാപ്പി എടുക്കണ. സുരേണ്ണ, ഞാൻ കോവളിനാണേ. ഞാൻ മീനുട്ടിയുടെ വീട്ടിൽ എത്തി. പക്ഷേ ഈ അപ്പാപ്പൻ മരിച്ചത് എങ്ങനെ എവിടെ അടുത്ത് പറയും? അപ്പാപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനാണ്. ഭയങ്കര കരച്ചിൽ നിന്ന് ബോധം കെട്ടാൻ വീണാണ്. അല്ല, മരിച്ചെന്ന് ഞാൻ പറയില്ല. മരിച്ചെന്ന് വേറെ വല്ല വാക്കുണ്ടല്ലോ മലയാളത്തിൽ, അത് വെച്ച് പറയല്ലേ? ഓ പറയാം. ഓ അങ്ങനെ വെച്ച് പറയാം. ഓ ശരിയാണ്. ഓക്കെ. മീനുട്ടിയേ, മീനുട്ടിയേ. പൈസ കടം ചോദിക്കാൻ അവൻ വന്ന് കോമളൻ. പൈസ ചിലപ്പോ തിരിച്ചു തരാനായിരിക്കും. അങ്ങോട്ട് ചെല്ലും. ഇവിടെ വീട്ടിനകത്ത് കയറി ഇരിക്കാതെ അങ്ങോട്ട് ചെല്ലും. കോമളനാണ്. ഓ എന്തു പറ്റി? പനി ഭയങ്കര പനിയാ? നിനക്കും പനിയാന്ന്? അല്ല, അളിനെ ടോൺ പിടിച്ചതാ. അല്ല അളിയ, ഞാനേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. കോമളണ്ണന്റെ കല്യാണമൊന്നും ആയില്ലായിരുന്നു? അയ്യോ, കല്യാണം നോക്കുന്നുണ്ട്. ഞാൻ കല്ലമ്പലത്തൊരു പെണ്ണെ പോയി നോക്കി, പക്ഷെ അത് നടന്നില്ല. പിന്നെ ആറ്റിങ്ങി എന്നൊരു പെണ്ണെ പോയി നോക്കി, അതും ശരിയാവുന്നില്ല. ജാതകദോഷമായിരിക്കും. ജാതകദോഷം? കയ്യിലെ കസരയെ കാണിച്ച്. അളിന് ഇതൊക്കെ അറിയാവോ? പിന്നെ ഇതൊക്കെ പറയുന്നത് എന്തുവാണ്? അത് ഇടിമിന്നി കിടക്കുവാന്ന് ഇത്. അയ്യോ, ആയുർരേഖ ശരിയല്ല. അങ്ങനെയാണെങ്കിൽ അഞ്ചലിലുള്ള സുമയെ കിട്ടാം. എന്തോ ആയുർത്തെ രേഖ ശരിയില്ലെന്ന് അളിയനല്ലേ പറഞ്ഞു? ആയുർള്ള രേഖ ആയുർരേഖ മൊത്തം തേഞ്ഞു വഞ്ഞ് പോയിരിക്കും. അത് വലിയ കല്യാണം കഴിക്കണം. ഇത് ചെറിയ പറഞ്ഞ് കിടക്കുക. നിനക്ക് കല്യാണ യോഗം ഇല്ല. നീ മുട്ടിഞ്ഞ് മുട്ടക്കോലാവും. അയ്യോ ഇല്ല അളിയ, ഞാനേ പ്രധാനപ്പെട്ട ഒരു കാര്യം. കോമളണ്ണന് കാപ്പി എടുക്കട്ടെ? ജ്യൂസ് കൊടുക്കും. ഒറ്റ വരിക്ക് കൂട്ടിട്ട് വല്ലങ്ങ് പോകും. കാപ്പി ഒന്ന് ഊതി ഇരിക്കും. പിന്നെ പറഞ്ഞു വിടും. പിന്നെ ഇവർ റബ്ബർ പൊട്ടൊന്നും ഇല്ലടാ, വെറുതെ കൊതുകിനെ കൃഷി ചെയ്തോട്ടാക്കുക. കൊതുകിനെ കൃഷി ചെയ്തു? റബ്ബർ ചേട്ടയ്ക്കകത്ത് കൊതുക് വളരുന്ന അല്ലാതെ ഇവിടെ വെട്ടൊന്നുമില്ല, പൈസ ഒന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ റബ്ബർ ഉണ്ടോ? പിന്നെ അവിടെ റബ്ബർ ഉണ്ട്. അവിടെ വെട്ടേ ചെയ്യുന്നുണ്ട് റബ്ബർ. നിങ്ങൾക്ക് റബ്ബർ ഇല്ലല്ലോ. അല്ല, റബ്ബർ തൈ വെക്കണം ഇനി. അതിന് വസ്തു ഉണ്ടോ? വസ്തുവില്ല. വസ്തു നോക്കിട്ടേക്കുവാ. എവിടെ നോക്കിട്ടേക്കുവാ? കല്ലമ്പലത്ത്. ആരുടെ വസ്തുവാ? രവി മുതലാളി ഇല്ലേ? വസ്തു. അത് വാങ്ങിക്കാൻ പൈസ ഒക്കെ വേണ്ടേ? ആ പൈസ വേണോളി, അത് കൊടുത്തു. പൈസ വേണം. അല്ല, ഞാനേ അളിയാ, നമ്മളെ കുടുംബത്തെ കുറിച്ച് ബാല്യകാലത്തെ പറ്റിയൊക്കെ ഓർമ്മയുണ്ടോ ചേട്ടൻ? 35 വർഷത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാം. ബാല്യകാലം ഉണ്ടാക്കാൻ പറ്റി. ബാല്യകാലം ഓർമ്മയുണ്ടോ? അതെങ്ങനെ മറക്കാൻ പറ്റും മീനൂട്ടി? കുഞ്ഞുനാളിലെ നമ്മളെ അപ്പൂപ്പൻ പറഞ്ഞിരിക്കുന്നത് എന്തെന്നറിയാമോ? മീനൂട്ടി എനിക്കുള്ളതാണെന്ന്. എടുത്തോ. അല്ല, ഞങ്ങള് കുഞ്ഞുനാളിലില്ലേ ഈ മണ്ണപ്പൊക്കെ ചുട്ട് കളിക്കുമായിരുന്നു. അച്ഛനും അമ്മയും കളിക്കുമ്പോ ഇല്ലേ എന്റെ ഒരു കുഞ്ഞു കല്ലെടുത്ത് തരുമായിരുന്നു. ചെലവിന് കൊടുക്കണ്ടല്ലോ. എന്നിട്ട് അതിനൊരു പേരിട്ടു, തത്തേന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനാണെങ്കിലേ നമ്മള് വീട് മേയുന്ന പഴയ ഓലയില്ലേ, ആ ഓലയെ മരക്കം വെച്ച് ഞാനൊരു വീടുണ്ടാക്കും. എന്നിട്ട് നമ്മളെ രമണിയപ്പച്ചില്ലേ, അവരെ സാരി എടുത്ത് നമ്മൾ വാതിലൊക്കെ ഇടും. പ്രൊട്ടക്ഷൻ. വാതിലൊക്കെ ഇടും. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഒരു മണ്ണപ്പച്ചിട്ട് കളിക്കും. ഞാൻ ചെറിയ ഇലയൊക്കെ വെച്ച് കുനുകുനായിട്ട് തോരനൊക്കെ ഉണ്ടാക്കും. അതൊക്കെ പിന്നെ ഓർമ്മയുണ്ടല്ലേ? പിന്നെ 15 രൂപ ഓർമ്മയില്ലാടാ നിനക്ക്. പിന്നെ ഇത് വേറെ സംഭവം ഉണ്ടായി. നമ്മൾ ഒളിച്ച് കളിക്കൂളിയാ. അതുകൊണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. പിന്നെ ഒളിച്ച് കളിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവളും കൂടെ നമ്മളെ വീട്ടിന്റെ അറയിൽ കയറി ഒളിച്ച്. ഇതാരാ വന്ന് പൂട്ടിയിട്ട് അങ്ങ് പോയി. ഇത്രയ്ക്കും ചെയ്തു വരുന്ന ആൾക്കാർക്ക് കേട്ടോ അവിടെ ഇല്ലയോ? തന്നെ നമ്മൾ അറിഞ്ഞില്ലല്ലോ. നമ്മളെ തിരക്കി വീട്ടുകാർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു പാഞ്ഞു നടക്കും. പക്ഷെ എന്റെ എവിടെ അവസ്ഥ എന്തെന്ന് അറിയാമോ? ടി വി ഇല്ലാത്ത വീട്ടിലെ ആൾക്കാരെ പോലെയാണ്. ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഒരാഴ്ച നമ്മൾ അവിടെ ഇറങ്ങി അറയ്ക്കാത്തൊന്നു താക്കോലിന്റെ പഴുതിലൂടെ നമ്മൾ ഇറങ്ങി വന്നു. പഴുതറയ്ക്കാൻ വേണ്ടി മുടിഞ്ഞ കള്ള ഒഴിച്ചു വിടുന്നേട്ടെ. ഇപ്പോഴും അതൊക്കെ അന്നത്തെ സംഭവം. പിന്നെ എത്ര വയസ്സുണ്ടായിരുന്നു? എനിക്ക് വെറും 7 വയസ്സ്. 7 വയസ്സ്. ഞങ്ങളത് എന്റെ അമ്മാവന്റെ മോള് മഞ്ജുറ്റ ഞാൻ അവർക്ക് 18 വയസ്സ് വരെ ഞങ്ങൾ കഞ്ഞിക്കറിയൊക്കെ കളിക്കുമായിരുന്നു.
അവളെ കല്യാണത്തിന്റെ തലേദിവസം കേട്ടാ അവളെ കല്യാണത്തിന്റെ തലേദിവസി അവളെന്നോട് അണ്ണ വേണ രണ്ട് വണ്ണപ്പറ്റു കല്യാണം കഴിക്കാൻ പോലെ അപ്പൊ എല്ലാരും പറയും ഈ മഞ്ജുഷ മിക്കവാറും ഇവൻ കേട്ടു ദാസം കിട്ടുമെന്ന് പറഞ്ഞു അവർ കിട്ടിയില്ല പോയി. ആരാ മഞ്ജുഷ? ഏതവളാ മഞ്ജുഷ? ഏതവളായി മഞ്ജുഷ? ഇത്രയും കഥകൾ പറഞ്ഞില്ലയോ? കല്യാണം കഴിഞ്ഞിട്ട് 6-7 വർഷമായി ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യ രാത്രി എല്ലാ സത്യവും ഞാൻ തുറന്നു പറഞ്ഞു. ഏതവളാ മഞ്ജുഷ? അല്ല അത് അറിയാത്ത പ്രായത്തില ഒന്നും അറിയാത്ത പ്രായത്തില. വയസ്സ് എത്രയായിരുന്നു? എനിക്ക് 22 വയസ്സ്, അവൾക്ക് 18. അറിയാത്ത പ്രായമാണ് ആദ്യത്തെ കാമുകിയ മഞ്ജുഷ. 22 വയസ്സിലാണോ നിങ്ങൾ കഞ്ഞിയും കറി വെച്ചത്? നിങ്ങൾ എന്നെ പറ്റിച്ച് ഇന്ന് രാവിലെ പോകാനായിട്ടേ ഇങ്ങനെ നമ്മള് അപ്പൂപ്പനെ കാണാൻ പോകാനായിട്ട് ഇട്ടു. പക്ഷെ കയ്യില് ശരിയായി. നിന്നെ റീടെസ്റ്റിന് എടുത്തോ ഇത്ര പേര് അടിക്കാൻ വേണ്ടി? നിങ്ങൾ കഥ മാറ്റരുത്. ആരാ മഞ്ജുഷ? കുഞ്ഞുനാളിലല്ല 22 വയസ്സുള്ളപ്പോ അവള് മഞ്ജുഷ നിങ്ങളുടെ പോലെ നിന്നെ മറ്റാരും സ്നേഹിക്കുന്നുണ്ടോടി? അപ്പൊ നിങ്ങൾക്ക് എന്നെ സംശയം. സംശയം എന്നെ വേറെ അല്ല സ്നേഹിക്കുന്നു. സംശയം ഞാൻ സ്നേഹിക്കുന്ന പോലെ പിന്നെ ആരെങ്കിലും നിന്നെ സ്നേഹിക്കുന്നു? മഞ്ജുഷ ആരാണ് ഇപ്പൊ പറയണത്? മഞ്ജുഷ എനിക്ക് അറിയത്തില്ല. മഞ്ജുഷ അത് കുഞ്ഞില്ലാത്ത പ്രായത്തില്ലേ? വേറെന്തെങ്കിലും പറയാം. 22 വയസ്സ് അറിയാത്ത പ്രായം. പിന്നെന്തിന് ചക്കരപ്പന്നോടി ഞാൻ ഒരു കാര്യം പറയട്ടെന്ന്. ഏതവളായി മഞ്ജുഷ? സത്യം പറയാം. നിങ്ങൾ ബഹളുണ്ടായി ഞാൻ ഒരു കാര്യം പറയട്ടെന്ന്. അപ്പൊ വിട വാങ്ങി അപ്പൂപ്പന്റെ കാര്യമല്ല. മഞ്ജുഷ ആരാന്ന് പറഞ്ഞിട്ട് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ മതി. മഞ്ജുഷ ആരാന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ ഒരു കാര്യം പറഞ്ഞ നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളടുത്ത് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വിട വാങ്ങി. കഴിഞ്ഞ 1.5 ആഴ്ച രാവും പകലും ഞാൻ അവിടെ പോയി നിന്നിട്ട് ഒരു മനുഷ്യർ എന്നോട് പറഞ്ഞില്ല. അപ്പൊ ചതിയല്ലയോ കാണിച്ചത്? വീട് വാങ്ങിച്ച കാര്യം പറയണ്ടായോ? വീട് വാങ്ങിയതല്ല, അപ്പൊ സ്മൃതിയായി. അവളെ വീട്ടിൽ കേറ്റരുത്, അപ്പൂപ്പനെ നോക്കാൻ നിർത്തരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. കുടുംബത്തിൽ നിങ്ങൾ എന്താണ് പറഞ്ഞു കേട്ടത്? അപ്പൂപ്പ പോയി. അവളെ കൊണ്ടുപോയോ? ഞാനെങ്ങനെ നോക്കുന്നായി പറയുന്നത്? എന്റെ പൊന്നളിയ അപ്പൂപ്പൻ ചത്തുപോയി. അപ്പൂപ്പൻ ചത്തുപോയി. അപ്പൂപ്പൻ ചത്തുപോയി. അപ്പൂപ്പൻ ചത്തുപോയി. അപ്പൂപ്പൻ ചത്തുപോയത്. അപ്പൂപ്പ എന്നെ കൊണ്ടുപോകാൻ തോട്ടുമുക്കിലെ സ്ഥലം കൊണ്ടുപോകാൻ എന്നെ കൂടെ കൊണ്ടുപോയോ? ആർക്കാണ്ടൊക്കെ എഴുതി കൊടുത്തു. ഞാനേ അങ്ങനെ അപ്പൂപ്പ തോണ്ട പോയോ? അപ്പൂപ്പ പോയത് കണ്ട തോട്ടുമുക്കിലെ സ്ഥലം. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അപ്പൂ മരിച്ചില്ലേ? മരിച്ച്. അപ്പൂപ്പ മരിച്ചെന്ന് കണ്ടോയോ? എന്റെ ദൈവം, ഞാൻ മരിച്ചു പോയത് കൊച്ചിനെ കരപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇതാണ് ദേഷ്യപ്പെടുന്നത്. അപ്പൊ മരിച്ചു എന്നല്ലേ പറഞ്ഞ? അല്ല ഞാൻ കൊന്നെന്ന് പറഞ്ഞ ഇറങ്ങി പോണെന്നാ അല്ലെ? അങ്ങനെ പറയരുത്. എനിക്കിനി കൊല്ലത്ത് അപ്പച്ചിന്റെ വീട്ടിൽ പോയി പറയണം. അറിയാമോ എന്തോന്ന്? ഈ മരണം പോയി പറയണം എനിക്ക്. നീ പോ, ഞങ്ങൾ പോയേക്കാം മരണത്തിൽ. അതല്ലേ ഒന്നാണല്ലേ. അതായത് എനിക്ക് കൊല്ലത്ത് പോവാനെ 2000 രൂപ വേണം. പറയണം പറയാനേ. 4000 രൂപ പോയിക്കോ. വീണ്ടും പൈസ കടം വാങ്ങിച്ചു. 10,000 വീണ്ടും 4000 രൂപ കടം വാങ്ങിച്ചു. 10,000 രൂപ അവന് കൊടുത്തത് പോരാ. നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് 4,000 രൂപ കൂടെ കൊടുത്തേക്കുന്നത്? നീ നോക്കൂ, നിന്റെ അപ്പൂപ്പന്റെ മരണത്തിന് പോകുമ്പോ അവന്റെ മരണം ഞാൻ അവിടെ നടത്തും. നോക്കിക്കോളൂ. സത്യം പറ, മഞ്ജുഷ ആരാ? മഞ്ജുഷ ആരാന്ന് എനിക്ക് പറയണം. ആരാ മഞ്ജുഷ? ആരാന്ന് എനിക്ക് പറയണേ. ഏതവളാ മഞ്ജുഷ? നിന്റെ അപ്പൂപ്പന്റെ മരണം വന്നോ വലുത് മഞ്ജുഷയുടെ കാര്യം. അപ്പൂപ്പൻ അങ്ങ് മരിച്ചുപോയി. എനിക്ക് മഞ്ജുഷയെ പറ്റി അറിയേണ്ടത്. ഏതവളാ അവള് പറ. നിങ്ങൾക്ക് നല്ല രണ്ട് അടി തരാൻ. ആരാ മഞ്ജുഷ? നിനക്ക് ഇച്ചിരി പൈസ കടം തരാം. മഞ്ജുഷയുടെ കാര്യം തീർപ്പാക്കി തരാം. ഇതുപോലെ എത്ര പേർക്ക് പൈസ കൊടുത്തൊത്ത് തീർപ്പാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഏതവളാ മഞ്ജുഷ? ഏതവളാ മഞ്ജുഷ? ആരാ മഞ്ജുഷ? ഏതവളാ വന്ന് കയറിയ മഞ്ജുഷ? എന്നെ ഇവിടെ മഞ്ജുഷയുടെ കയറി പറഞ്ഞു എന്നെ തല്ലിക്കൊല്ലുമ്പോ എന്നെ ഇറക്കി വിടുമ്പോ. തിങ്കൾ മുതൽ വെള്ളി വരെ ഞങ്ങളുടെ വീടിന്റെ പരിസരത്ത് ഒളിഞ്ഞിരുന്ന് കാണുക മഞ്ജുഷ. കൊള്ളാം, അടിപൊളി. ആരാണ് മഞ്ജുഷ? ഏതാണ് മഞ്ജുഷ? നമുക്കറിയില്ല, പക്ഷെ നമുക്ക് കമന്റ്സ് എന്താണെന്ന് അറിയാം. നസീർക്ക കലക്കി രസമുണ്ടായിരുന്നു. കുറേ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ, ചിലതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. ഒന്ന് അവൾ ആ വീഴാൻ പോകുമ്പം ചൂല് കൊണ്ട് അവിടെ തൂത്ത് വൃത്തിയാക്കി കൊടുക്കുമ്പോൾ നേരെ അവൾ പോയി എപ്പുറം വീണു. അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. കുറേയൊക്കെ മനോജിൻ്റെ ആ മറ്റേ ഹസ്കി വോയിസിൽ മുങ്ങിപ്പോയിട്ടുണ്ട്.
നിങ്ങൾ ശ്യാം ഇങ്ങനെ ഒരു ടീം ആദ്യമാണോ? മനോനോട് കളിച്ചു. ഈ 3 ടീം ആദ്യമായിട്ടാണ്. നിങ്ങൾ 3 പേർ ആദ്യമല്ലേ? അതാണ് ഇവിടുത്തെ ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതിലേക്ക് മാറ്റിയിട്ടാലും വില്ലിങ് ആണെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു സാധനം. ഇത് ഒരു നേരത്തെ സാധനമാണ്. ഈ മരണ വീട്ടിൽ ചെന്ന് മരിച്ചു എന്ന് പറയാതെ അത് വേറൊരു വിധത്തിൽ അവതരിപ്പിക്കുന്ന നേരത്തെ വന്നിട്ടുള്ളതാണെങ്കിലും, പക്ഷേ ഇതിൻ്റെ അകത്ത് ശ്യാമിൻ്റെ കളിയിൽ നമ്മൾ ആ ഒരു റിപ്പീറ്റ് ഫീൽ ചെയ്യുന്നില്ലാത്ത രീതിയിലാണ് ശ്യാം അതുകൊണ്ട് ചെയ്തത്. നല്ല രസമായിട്ട് 3 പേരും ചെയ്തു. ആ ക്ലൈമാക്സ് ഗംഭീരമായൊരു ക്ലൈമാക്സും ആയിരുന്നു. അടിപൊളിയായിരുന്നു സംഭവം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അഭിജിക്കുട്ടൻ ചേട്ടാ. നന്നായിരുന്നു കേട്ടോ, നല്ല സ്കിറ്റായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കൗണ്ടറുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് തന്നെയല്ല, കുറേ ആക്ഷൻ കോമഡിയും മൈന്യൂട്ടായിട്ടുള്ള കുറേ കോമഡികളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുടുംബ വഴക്കും അതുപോലെ തന്നെ മരിച്ചറിയിപ്പും കൂടി ബ്ലേഡും അതെ, ബ്ലേഡ് ഒക്കെ അത് അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം മറ്റത് മാത്രമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആവർത്തന വിരസത വന്ന് ചിലപ്പോൾ കൗണ്ടറൊക്കെ നമ്മൾ പറഞ്ഞതൊക്കെ തന്നെ പറയാം. അവർ നിങ്ങളത് മെർജ് ചെയ്ത് കളിച്ചത് ഭയങ്കര രസമായി. ഈ മരിച്ചറിയിപ്പിൻ്റെ സാധനങ്ങൾ നമ്മൾ ഇത് നേരത്തെയൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് ഒരൊറ്റ കൗണ്ടറായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്ര വികസിപ്പിച്ച് നല്ല നല്ല ദൈർഘ്യം ഉണ്ടാക്കിയിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്കിറ്റിന് ആപ്റ്റായിട്ട് ഞാൻ ആദ്യമായിട്ടാണ്. അത് വളരെ മനോഹരമായിട്ട് തന്നെ ശ്യാമും അത് സൂര്യശ്രീയും മനോജും കൂടി ഗ്രാൻഡായിട്ട് അവതരിപ്പിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി കോമഡി ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലിൽ പോകേണ്ട ഒരു സ്കിറ്റാണത്. ഇത് എനിക്ക് 1 ലെവലിൽ പ്രോഗ്രാം കറക്റ്റാണ്, സ്കിറ്റ് ഉഗ്രനായിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി കോമഡി ഹ്യൂമർ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് വേറെ ലെവലിൽ പോയേനെ. ഈ സ്കിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കൗണ്ടർ ഉണ്ടായിരുന്നു. 3 പേരും അടിപൊളിയായിരുന്നു. സൂപ്പർ. താങ്ക് യു അഭിജിക്കുട്ടൻ ചേട്ടാ. ആസിസിക്ക അടിപൊളിയായിരുന്നു. പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ മനോജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡ്ജ്മെൻറ്റിനെ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്. കാരണം ചെറിയൊരു കണ്ടന്റ് ആണെങ്കിൽ പോലും നിങ്ങളുടെ പെർഫോമൻസിൻ്റെ ഇതിൽ ഭയങ്കരമായിട്ട് ഞങ്ങൾ ചിരിച്ചു, സത്യം പറഞ്ഞു. കാരണം ഞാൻ ശ്യാമിനെ പറയാം, ഞാൻ ഏറ്റവും കൂടുതൽ ശ്യാമിൻ്റെ സ്കിറ്റുകൾ കണ്ടിട്ടുള്ളത് നമ്മുടെ സെൽവരാജിൻ്റെ കൂടെയാണ്. പക്ഷേ ആ ടീമിൻ്റെ കൂടെ കളിക്കുന്ന രീതിയിലല്ല ശ്യാം ഇവരോട് കളിച്ചത്. ഇതൊരു വേറൊരു തരത്തിലുള്ള കളിയായിരുന്നു. മനോജ, ഞാൻ നിന്നെ ഇനി പോഴ്ത്തിയാൽ ഞാൻ നിന്റെ പ്രൊമോട്ടറാണെന്ന് ആൾക്കാർ പറഞ്ഞു പരത്തും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. PR ഒന്ന് പറഞ്ഞ് പരത്തും, അതുകൊണ്ടൊന്നും പറയുന്നില്ല. സൂര്യ ഗംഭീരം കേട്ടോ. കുട്ടിക്കാലത്ത് സ്വന്തം അമ്മാവൻ്റെ മകൻ്റെ കൂടെ കളിച്ച് വളർന്നത് അതൊരു സാധാരണ ഒരു കുട്ടി എന്ന രീതിയിലാണ്. പക്ഷേ സ്വന്തം ഭർത്താവ് വേറെ ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ അത് 22 വയസ്സിൽ അവർ മറ്റേ കുട്ടിക്കളി കളിച്ചപ്പോൾ അത് തെറ്റായിട്ട് കണ്ട സൂര്യശ്രീ അത് ഗംഭീരമായിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്കിറ്റുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സിൽ എൻ്റെ ഇന്നിയറിൽ ഒരാൾ കിടന്ന് ഭയങ്കര ചിരിക്കുന്നത് ഞാൻ കണ്ടു. നമ്മളെ ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ അല്ലെ ഡയറക്ടർ അർജുൻ കിടന്ന് ചിരിക്കുന്നത് ഞാൻ ഈ ചെവിയിൽ ഭയങ്കരമായിട്ട് കേട്ടു. എന്നിട്ട് എൻ്റെ അടുത്ത് പറയണം അടിപൊളി ക്ലൈമാക്സ്, സൂപ്പർ എന്ന് പറഞ്ഞു. എന്തായാലും അടിപൊളി പൊളി. ആസിസിക്ക, എങ്കിൽ ഈ ഒരു സ്കിറ്റിനും കൗണ്ടറിനും കോമഡിക്കും എല്ലാത്തിനും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇനി ഐശ്വര്യമായിട്ട് ആ ഒരു മാർക്സ് അങ്ങോട്ട് കൊടുത്ത് തുടങ്ങാം. ഞാൻ 13,000 അഭിജിക്കുട്ടൻ ചേട്ടാ. ഞാനൊരു 15,000 രൂപ കൊടുക്കും. 15,000. ഓക്കെ, അപ്പൊ 28,000 രൂപയാണ് ഇതുവരെയുള്ള ടോട്ടൽ. ഇനി നമുക്ക് ഫൈനൽ അറിയാനായിട്ട് നസീർക്ക് എടുത്ത് ചോദിക്കാം. ഇക്ക കളം കൊടുക്കുന്ന ആളാ, ഇഷ്ടം പോലെ പേര് തിരിച്ചു കൊടുക്കും. ഇത് ബ്ലൈഡ് അല്ല, പലിശയില്ല കേട്ടോ. സ്വന്തമായിട്ട് എടുക്കാം. 70,000 രൂപയാണ് ഈ സ്കിറ്റ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത തവണ വരുമ്പോൾ നമുക്ക് പഞ്ച് കളിക്കണം കേട്ടോ. ഈ ഒരു കോംബോയിൽ ഒരു പഞ്ച് അത് നമുക്ക് കാണണം. കിഡ് ആർട്ടിസ്റ്റുകളാണ് 3 പേര് പറഞ്ഞതുപോലെ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഇതിനൊരു സെക്കൻഡ് പാർട്ട് മഞ്ജുഷ ആരാണ് എന്നറിയാനായി കാത്തിരുന്ന് കാണുക എന്നല്ലേ? 16 ആയിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി അടുത്തതായിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റവുമായി പോരട്ടെ. ദാ എത്തുന്നു നമ്മുടെ സ്വന്തം ബിജു ചേട്ടൻ, ശ്യാം ചേട്ടൻ ആൻഡ് രാജേഷ് ചേട്ടൻ. ഇത് ഐറ്റം വേറെ. സോറി, ആള് മാറി. ഞാൻ വിചാരിച്ച എൻ്റെ ഒരു ബ്രിഗേഡിയർ ഉണ്ടായിരുന്നു, അതേ ഷേപ്പ്. തിരിച്ചെടുത്തേട്ടോ, തിരിച്ചെടുത്തേക്കുവാ. എനിക്കറിയാം, നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഏത് ക്യാമ്പിലാ? നമ്മള് മദ്രാസ് റെജിമെന്റ്. പിന്നെ ഞങ്ങൾ ക്യാമ്പിൽ ഞങ്ങൾ ഒന്നിച്ചാണ് ട്രെയിനിങ് ക്യാമ്പിൽ ഒന്നിച്ചായിരുന്നു. അപ്പൊ അന്ന് താടിയില്ല, ഇത്തിരി വേറൊരു ഷേപ്പ് അല്ലേ പറഞ്ഞായിട്ട്. അപ്പോ ഞങ്ങള് ഫസ്റ്റ് ഡേ ക്യാമ്പിൽ ഇരുന്നപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം രാവിലെ എങ്ങുന്നോ ഒരു ചുവപ്പ് ഷർട്ടും ഒരു കയ്യിൽ ഒരു വെള്ളത്തോർത്ത് ഒപ്പിച്ച് മുടി ഇങ്ങനെ പിരിത്തിട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചത് അങ്ങനല്ല,
അങ്ങനെ വന്നിരിക്കുക. എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞേ ഇത് അശോകനാണ്. ഞാൻ പറഞ്ഞത് എന്തിനാ ഇവിടെ കാണിക്കുന്നത്? അത് നാട്ടിലെ ഈ പരിപാടിക്ക് ഓണക്യാമ്പിൽ ഞാൻ ആദ്യം ഇതാ കാണിക്കുന്നത്. എന്തോ ചെയ്യാൻ ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ പുള്ളി നിർത്തിച്ചു. അത് പറ. അല്ല, ആരെങ്കിലും ഒരാൾ വേണം ഒരു വിലക്കാൻ. നമസ്തേ. ഞാൻ അങ്ങോട്ട് പോയപ്പോ തിരക്കായി കേട്ടോ, അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. ഓക്കെ. ബ്രിഗേഡിയർ ഗിരിധർ ബർമ അല്ലേ? അതെ. എനിക്കറിയാം, ഒരു ഹെൽപ്പ് ചെയ്ത് തരാം കേട്ടോ. കാരണം ഈ നാട്ടുകാരെല്ലാരും പറയും നമ്മളെ ഈ ലീവിന് വന്ന് അല്ലെ റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം ബെഡായി കഥകൾ പറഞ്ഞു നടക്കുന്നു പട്ടാളക്കാർ. ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നു. ഇപ്പൊ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, ഈ തോക്കിനകത്ത് ഉണ്ടോ ഇല്ലേ, വെറുതെ കൊണ്ട് കിടക്കണം. അപ്പോ ഇതൊന്ന് പൊട്ടിച്ചൊന്ന് കാണിച്ചു കൊടുക്കണം, 10 പേർ കാണണ്ടേ ഇതിലുണ്ടോ. ഇത് എന്റെ കൈ തരണ്ട. ഇത് ധൈര്യമായിട്ട് പൊട്ടിച്ചോളൂ. അല്ല, ഇത് എവിടെയാണ് പിടിച്ച് അമർത്തേണ്ടത്? അമർത്തണ്ടെന്നോ? ഒരു പട്ടാളക്കാരന്റെ തോക്കെടുത്ത് വെച്ച് അമർത്തണ്ടെന്ന് ഇങ്ങനൊക്കെ വാക്കാണോ പറയുന്നത്? അല്ല, ഒരു ഗണ്ണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ടെക്നിക്കൽ വാക്കുകളുണ്ട്. അത് ആ ടെക്നിക്കൽ ആയിട്ടുള്ള വാക്കുകളാണ് ഓരോ പാർട്സിനും കൊടുത്തിരിക്കുന്നത്. അതാണ് പറയേണ്ടത്. അവിടെ പിടിച്ച് വലിച്ചേ. എവിടെ പിടിച്ചു വലിക്കുക? ആ കുന്തപ്പനടത്തെ പിടിച്ച് മാറ്റാൻ. അല്ല, പൊട്ടി കാണില്ലേ? പൊട്ടിച്ച് കാണില്ല, ഉണ്ടെന്ന് കാണില്ല. എനിക്കൊരു ഉണ്ടയില്ല, അത് വേറെ കളി. പ്രശ്നമില്ല. ഈ കുന്തപ്പനാണ്ടല്ലേ ഒരു താക്കാൻ. നടക്കട്ടെ, പൊട്ട് നമുക്ക്. ഓക്കെ, കണ്ടോ? ഉണ്ട്, പക്ഷേ ഉണ്ടയില്ല. എനിക്കൊരു ഉണ്ടായില്ല. ഇത് അങ്ങനെ അല്ല കേരള. എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. പറഞ്ഞു. ഇതിപ്പോ നിങ്ങൾ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോരുമ്പോ എല്ലാവരും ഈ തോക്ക് കാണുമല്ലോ, നമ്മുടെ ഈ തന്നുവിടും. അപ്പൊ ഇതിലിടുന്ന ഉണ്ട സർക്കാർ തരുന്ന ഉണ്ടയാണോ അതോ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടയിടുവാണോ? അല്ലല്ല, നമ്മുടെ ഉണ്ടയല്ല, സർക്കാരുണ്ടാ. അത് ഇടാൻ പറ്റും. അല്ല, നമ്മുടെ ഉണ്ടയിട്ട് പൊട്ടിക്കാൻ പറ്റിയല്ല. ഇല്ല, ലൈസൻസ് ഉള്ള ഉണ്ടയാണെങ്കിൽ ഇടാം, അല്ലേ സർക്കാരുണ്ടാ കേട്ടോ. ഔട്ടായിരുന്നു അത്. അതെ. ഞാനപ്പോ ഒന്ന് കേറട്ടെ വീട്ടിലോട്ടെ. ഇനി ഒന്ന് എന്ന് നടക്കാൻ പോവോ? കാലേ ആവത്തുള്ളവരെ ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്കൊന്ന് ഇരിക്കണം റൂം എടുത്ത്. ഓ, അത് ശരി. മോളെ, അയലത്തുകാരിയ്ക്കുക ഓരോ കൊതിയും ചുണയും പറയാൻ. പത്തനംതിട്ട ഇപ്പൊ ഇവിടെ താമസം, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ. ഇപ്പൊ മനസ്സിലായല്ലോ, ഉണ്ടയില്ല എന്ന് പറയാ. എനിക്കൊരു ഉണ്ട്. കമലമ്മ രാവിലെ വരുമ്പോ ഒരു ഗ്ലാസ് അതിന്. ആൾക്കാരിക്കുന്നു. വെളുപ്പാങ്കാലത്ത് തെന്നയിച്ച് പോയത് ആവതില്ലെന്ന് രാങ്ങാനുവേ ആൾക്കാർ നോക്കുന്നെന്ന്. എന്താ നിങ്ങളെ ശരീരം മൊത്തം പോയി കിടക്കുക. നിങ്ങൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിട്ടേ ഞാൻ ചെന്നൊരു ജോത്സ്യനെ കണ്ടായിരുന്നു. അപ്പൊ ജോത്സ്യൻ എന്നോട് പറഞ്ഞതാ നിങ്ങളെ ശരീരം മൊത്തം ഈ ആളുകളുടെ അതാണെന്ന്. ആളുകളുടെ അതാണോ? ഏത് ആളുകളുടെ കണ്ണാണെന്ന്. ആൾക്കാരുടെ കണ്ണാണ്. അതായിരുന്നോ? ഞാൻ വിചാരിച്ചു നീ അങ്ങനെ കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു വേറെ ഏതാണ്ടെന്ന്. പിന്നെ ഇനി നമ്മൾ ഇപ്പൊ ഞാൻ ഉഴിഞ്ഞില്ലേ, ഈ ഉപ്പും മുളകും കടുകും എല്ലാം കൂടെ ഞാൻ വൈകുന്നേരം അമ്പലത്തിൽ കൊണ്ടുപോയി കളയണം. ഓ, ഭയങ്കര അമ്പലവിശ്വാസി കേട്ടോ. അമ്പലപ്രാവെന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. അതെ. ഇത് അവിടെ കൊണ്ട് വച്ചിട്ട് ഒരു വെടി വഴിപാട് കൂടെ അങ്ങനെ നടത്തണം. അമ്പലത്തിൽ ചെന്നിട്ടോ? ഞാനിവിടെ നിൽക്കുമ്പോഴോ? അതെന്താ? ഒരു വെടിക്ക് എത്ര രൂപ അമ്പലത്തിൽ കൊടുക്കണം? 20 രൂപ കൊടുക്കണം. അയ്യോ, ഈ വെടിയല്ല, പിന്നെ അമ്പലത്തിൽ വേറെയാ കതിനാ വെടി. ഇതുമായിട്ട് ഞാൻ അവിടെ വരാൻ ആ പൈസ എന്റെ ഇരിക്കല്ലേ? അയ്യോ, അതൊന്നും പറ്റത്തില്ല. അത് അമ്പലത്തിൽ ഓരോരോ വിശ്വാസങ്ങളാ. അത് മാത്രമല്ല, നമ്മുടെ സമാജത്തിൽ നിന്നേ നമ്മളൊരു ഭജൻ ട്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അമ്പലത്തിൽ നമ്മുടെ കച്ചേരിയുണ്ട്. നിന്റെയോ? ഞാനാ മെയിൻ ഗായിക. ഈ ടി.ജി. രവിയുടെ ശബ്ദം വെച്ചോണ്ട് നീയോ? അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. പിന്നെ എന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് പാട്ട് ഞാനാ പാടുന്നത്. ഏത് പാട്ട്? അതും ചിത്രമ്മയുടെ പാട്ട്. ഓഹോ, അത് ശരി. കേക്കട്ടെ രാവിലെ. പാടറിവേ പരിപ്പ് കറിയേ. പരിപ്പ് കറിയോ? ഞാൻ 2 പപ്പടം കൂടെ കാച്ചി ഞാൻ കുറഞ്ഞു. പരിപ്പ് കറി മാത്രം കൊടുക്കുന്നത് അങ്ങനൊന്നും അല്ല ആ പാട്ട്. പിന്നെ
എന്നാ പിന്നെ അറിയാമെങ്കിൽ നിങ്ങൾ പാട്. ഞാൻ പാടിക്കഴിഞ്ഞാൽ വേറെ വല്ല തെറിയായിപ്പോ, അതുകൊണ്ട് ഞാൻ പാടാത്തേ. എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ദൂര സ്ഥലത്തൊക്കെ പരിപാടി കിട്ടും. ഒത്തിരി അങ്ങനെ ഉണ്ടോ? പിന്നെ അപ്പൊ നമ്മൾ പെണ്ണുങ്ങളെല്ലാം കൂടി നമ്മളൊരു ബസ്സിനകത്ത് പോകും. നമ്മൾ എല്ലാ പെണ്ണുങ്ങളെയും കൂടി കയറ്റിയിട്ട് എന്റെ അച്ഛനാ ഓടിക്കുന്നത്. സാധാരണ അങ്ങനല്ലല്ലോ. ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ നിന്റെ അച്ഛനല്ലേ ഓടിക്കണേ? അത്ര സ്വഭാവം ആളെ ചോദിക്കണേ. അതല്ല, അങ്ങനെയെങ്കിൽ അച്ഛൻ വേണ്ട. ട്രെയിൻ ഉണ്ടല്ലോ. ട്രെയിൻ നല്ലതാ. അത് നിന്റെ പാട്ടാണെങ്കിൽ ട്രെയിനാ നീ പരശുരാം എക്സ്പ്രസ് കയറണം. എന്നിട്ട് നിനക്കപ്പൊ എല്ലാ പോക്കിലും നടന്ന് പാടണ്ട. ലാസ്റ്റത്തെ ഈ ലേഡി കമ്പാർട്ട്മെന്റിൽ നിന്ന് പാടിയാൽ മതി. അതാകുമ്പോ ഫ്രണ്ട് ഇരിക്കുന്ന ലോക്കോ പൈലറ്റ് വരെ ശബ്ദം കേൾക്കും. ആ സൈറ്റ് തൊള്ളയാണ്. അങ്ങനെ നിങ്ങൾ എന്തോ അത്ര കളിയാക്കാൻ ഇരിക്കുന്നത്? അപ്പൊ നിങ്ങളെ കലാബോധം വേണം ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ. എനിക്കോ? എനിക്കോ കലാബോധം? കലാബോധം ഇല്ല. നിനക്ക് തേങ്ങയുണ്ട് കലാബോധം. നിങ്ങൾ എന്നെ പരിചയപ്പെടുന്ന ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എവിടെ വെച്ചാ? ഞാൻ സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് കേട്ടോ. കോളേജ് കാലഘട്ടത്തെ കോളേജ് കലോത്സവം അവിടെ ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അന്നൊരു സാധനം ചെയ്ത് കേട്ടോ, ഒരു നാടകത്തിൽ എത്ര റോള്. അന്നൊരു പിച്ചക്കാരിയായിട്ട് ഇവിടെ വരുന്നൊരു സാധനമുണ്ട്. അത് കണ്ട ഞാനത് പറയുമ്പോഴല്ല, ദേഹത്ത് മുഴുവൻ ഇവ കരിവാരിത്തേക്കും. എന്നിട്ട് കീറിയ ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ മുടിയൊക്കെ വല്ലാതെ ഇട്ടിട്ട് ഈ ഒരു പാത്രം കൈ എങ്ങനെ ഡയലോഗ് എങ്ങനെയാടി വല്ലതും തരണേ. ഇത് കണ്ടാൽ ആരായാലും ഒന്നും കൊടുക്കത്തില്ല. ഇതുപോലെ ഗംഭീരം പിച്ചക്കാരിയാ ചെയ്തവളായിരുന്നു. വേറെ ഞാൻ വേഷം ചെയ്തായിരുന്നു. ഉണ്ണിയാർച്ച ചെയ്തോട്ടോ. യോ ഞാൻ പറയാൻ വിട്ടു, അത് കാണണം. സത്യത്തിൽ ആദ്യം അതാണ് പറയേണ്ടിയിരുന്നത്. മുടി സൈഡിലോട്ട് കെട്ടും, എന്നിട്ടൊരു മേൽമുണ്ടോ ബ്ലൗസ് അരപ്പട്ട ഒരു വാളൊക്കെ പിടിച്ചിങ്ങനെ ഒരു നിപ്പുണ്ട്. ദോഷം പറയരുത് കേട്ടോ. അപ്പോഴും കറക്റ്റ് പിച്ചക്കാരി. അങ്ങനെ സംസാരിക്കുന്നത് പട്ടാളക്കാരനാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉപയോഗം എന്റെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിനക്ക് ഉപയോഗം ചെയ്യാനല്ല, ഞാൻ രാജ്യത്തിന് വേണ്ടി പോരാടുക. ഞങ്ങൾ ഓരോ പട്ടാളക്കാരും. ഞങ്ങൾക്ക് രാജ്യമാണ് ഞങ്ങൾക്ക് വരുത്. വീട്ടിലോട്ടാണോ? എന്നാൽ എന്റെ കുടുംബത്തിലേക്ക് നിങ്ങൾ പട്ടാളം വഴി എന്തെങ്കിലും ഒന്ന് നേടിയിട്ടുണ്ടോ? നിന്റെ കുടുംബത്തിലോ? ഇതൊക്കെയായി എനിക്ക് ഈ അർഗല പറയുമ്പോ ഓരോ ദേഷ്യം. അങ്ങനെയൊന്നും സംസാരിക്കണ്ട. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ എവിടെ പോയതാ ഇത്ര നേരം? ഞാൻ ജോഗിങ്ങിന് പോകണം. എത്ര മണിക്ക് എവിടെ പോയത്? രാവിലെ 6 മണിക്ക് ഇറങ്ങിയതാ. എന്നിട്ട് ഇപ്പൊ സമയം എത്രയായി? 10 മണിയായി. ഇത്രയും നേരം നിങ്ങൾ എവിടെ പോയിരുന്നു? ഞാൻ ഒറ്റയ്ക്കാണോ നടന്നു പോണേ? പിന്നെ അവിടെ ഇൻഫോ പാർക്ക് വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ട്, നല്ല ഹിന്ദിക്കാരി പിള്ളേർ. അതൊക്കെ കണ്ടു തീർക്കണ്ടേ ഞാൻ? അത് ശരി. അതൊക്കെ കാണാതെ അതിന്റെ സൈഡിൽ കൂടെ പോരണ്ടേ? അതൊക്കെ തിരക്കാന്നത്. അങ്ങനെ വരുന്ന അങ്ങനെ ഇനി മൂലം നിങ്ങൾ ജോഗിങ്ങിന് പോണെങ്കിൽ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ 7 മണിക്ക് ഇവിടെ എത്തണം. നീ നിന്റെ കാര്യം നോക്കാത്ത. നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ പോയി അകത്ത് കയറി കുളിക്കാൻ നോക്ക്. പിന്നെ ഞാൻ നീ പോയി കുളിക്കടി. ഞാൻ എന്റെ ജോഗിങ് കഴിഞ്ഞിട്ട് വന്നേക്കുന്നു. ഹലോ ഹലോ. ചേച്ചി ആരടാ? ചേച്ചി ഞാൻ രാജേഷാണ്. ചേച്ചി രാജേഷ്. പറ ചേച്ചി. കുപ്പി ഇരിപ്പുണ്ടോ? കുപ്പി ഇരിപ്പുണ്ടോ? ഉണ്ട്, പക്ഷെ പഴയ വിലയൊന്നുമല്ല. ഇത്തിരി മുന്തിയ സാധനം ഇരിക്കുന്നത്. എന്റെ പൊന്നു ചേച്ചി, നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നല്ലേ. എടാ 2000-ന് കുറഞ്ഞ ഒരു കുപ്പി ഇവിടെ ഇല്ല. 2300 രൂപ തരണം. അയ്യോ, 1 തീയതി കുറേ 1 തീയതി ഞാനിവിടെ ഉണ്ട് ചേച്ചി. ഞാൻ കൊണ്ടുവരാം. എടുത്തു വെക്കോ? പിന്നെ കാശ് ഉണ്ടെങ്കിൽ കൂച്ചാ മതി കേട്ടാ. എന്തോ കഷ്ടമാന്ന് പറയാം. എന്തുവാ? ഞാൻ ആ തൃപ്തി കിടന്ന് കട്ടപ്പെട്ട് എന്റെ കോട്ട ഇരുന്ന് അവളാ വിൽക്കുന്നേ. ആ പൈസ അവക്ക്. എന്നിട്ട് ഒരു പെഗ് സാധനം എനിക്ക് തരത്തില്ല. വളരെ ഈ 1 തീയതി ഞായറാഴ്ച കൂടെ ഒരു ചാലും എനിക്ക് ആടി തരത്തില്ല. ഒരു ഇച്ചിരി എന്നാ എനിക്ക് തരത്തില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ അമ്മയാണ്. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഞാൻ മര്യാദയ്ക്ക് വിടുന്നോളാം. നിങ്ങൾ അകത്ത് കയറി ചെല്ലേ. എനിക്ക് എത്ര പറ്റാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രശ്നത്തിനും നിൽക്കത്തില്ല. ഞാൻ പിന്നെ വായിന്ന് വല്ലതും കേൾക്കും കേട്ടാ. തരത്തില്ലേ? ഇല്ല, ഞാൻ തരത്തില്ല. ഒരു 60 പോലും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇതെന്തുവാണ് എന്റെ കോട്ട എല്ലാം കൂടെ മേടിച്ച് പിടിച്ചിട്ട് അവളങ്ങ് ബിസിനസ്സുകാരിയാവുക. അവള് ഇതൊരു നാശം എന്ന് പറയുന്നത്. ഇതാടാ ഇത് ഫാറ്റി ലിവർ വരുമ്പോ മുട്ട് കറക്കുന്ന അതിന്റെ. അതല്ല കുപ്പി പറഞ്ഞു. വിളിച്ചു നീയാണോ ഇപ്പൊ? ഞാൻ വിളിച്ചു പറഞ്ഞു. വിളിച്ചാണോ? ചേച്ചി വിളിച്ചായിരുന്നു. എന്റെ പൊന്നു കൂട്ടുകാരാ, ഞാനല്ല. എന്റെ മൊത്തം അവളാ കച്ചവടവും പൈസ മേടിക്കുക. എനിക്ക് തരത്ത് പോലും ഇല്ല. നീ അങ്ങോട്ട് വിളിച്ചു. ചേച്ചി ഒന്ന് വിളിക്കാവോ? എന്താ ഞാൻ വിളിക്കാം? എന്താടാ ചേച്ചി? ഞാൻ രാജേഷ വന്നാ നീ? 2300 രൂപ. ഓ ഇനി അത് എണ്ണിയൊക്കെ തിട്ടപ്പെടുത്തി കിട്ടിയാടാ. കിട്ടി. പോണാ 200. ഞാൻ പോണാ. ഒറ്റയ്ക്കാ? ഒറ്റയ്ക്കല്ല, വേറെ രണ്ടുപേരും കൂടെ ഉണ്ട്. ഇല്ല ഞാനേ വേറെ കാര്യം ആലോചിച്ചേ. ഒതുക്കി 2 അടിക്കാല്ല. എങ്ങനെ ഇവനെ എടാടാ നിന്നെ ചില ഓരോരോ കാര്യങ്ങളുണ്ട്. ചേട്ടാ നീ രാജപ്പണ്ണ മോനല്ലേ? നിനക്ക് എന്നെ അറിയത്തില്ലായിരിക്കും. ഞാൻ ചേട്ടനെ കാണുന്നതാണ്, പക്ഷെ ഞാൻ ചേച്ചിയായിട്ടുള്ള ഒരു ഇതല്ല. ഓ അത് ശരി.
അത് വിട്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ സത്യത്തെ എന്നറിയാം എന്റെ കോട്ടയാണ് ഇവള് വിൽക്കുന്നത്. ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടെ സത്യം. ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് എനിക്കിപ്പോ ഒരെണ്ണം അടിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഞാൻ അന്ന് അവിടെ പോകണ്ടായിരുന്നു. ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. പ്രൊഫഷണൽ ആയിട്ട് ഞാൻ അമേച്ചർ നാടകങ്ങൾ കളിക്കുന്ന ആർട്ടിസ്റ്റാണ്. ഞാൻ അത് മതിയായിരുന്നു എനിക്ക് ഒരു ആവശ്യമില്ല അവിടെ പോയിട്ട്. ഞാൻ പട്ടാളത്തിലോട്ട് പോയത് പട്ടാളത്തിലെന്ന് വെച്ചാൽ പിന്നെ ഓരോ ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിട്ട്. അല്ലല്ല, ഞാൻ പറഞ്ഞെന്നറിയോ, എന്റെ ഈ കുട്ടപ്പന്റെ പെട്ടി എന്ന് പറയുന്ന നാടകം ഉണ്ടായിരുന്നു. അല്ല ഞാൻ വരാം ചേട്ടാ. ഞാൻ പറയുന്നേക്കെ ചേട്ടാ അതിലായിട്ട് സമയമില്ല, അതുകൊണ്ടാണ്. ഞാൻ കുട്ടപ്പനായിട്ട് അഭിനയിച്ചാണ് ആ ഒരു ജസ്റ്റ് സാധനം കാണിച്ചു തരാം, നിനക്ക് ഒരു രസമായിരിക്കും. അല്ല ഞാൻ പോയിട്ട് വന്നിട്ട് കണ്ടാ പറയാം. പിന്നെ ഇത് കാണാനായിട്ട് ഇനി അങ്ങ് പോയിട്ട് അങ്ങ് വരുവാന്ന് ഒറ്റയില്ല. ഇത്രയുള്ളൂ, കർട്ടൻ പൊക്കുന്നു. കുട്ടപ്പൻ ഞാൻ പെട്ടിയെടുത്ത് തല വെക്കും. കുട്ടപ്പൻ ഇങ്ങനെ വരും. കുട്ടപ്പൻ ഇങ്ങനെ ഓടി ഇങ്ങനെ വന്ന് ചേട്ടാ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് ചേട്ടാ. വീട്ടിൽ നിന്ന് വിളിക്കണം. അമ്മയാ? അല്ല, ഇവനെ ചിലവന്മാര് കുപ്പി കിട്ടിയാ വീട് മറക്കും. ഇവനതല്ല, കുടുംബസ്നേഹം കൊണ്ട്. ഏട്ടാ അവൻ പിടി അമ്മേ. എടാ നീ എവിടെയാടാ? നീ വരുന്നില്ലേ ഇവിടെ? അമ്മ ഞാൻ വരുന്നമ്മേ, ഞാൻ ഇവിടെ ഉണ്ടമ്മേ. എടാ ഒന്ന് വേഗം ഇവിടെ എല്ലാരും വിളിച്ചു കൂട്ടിട്ട് നീ എന്തോ നടയി കാണി. ഇല്ലമ്മേ ഞാൻ വരുന്നമ്മേ. ഇവിടെ ഉണ്ട് കേട്ടോ. ശരി എന്നാ. അങ്ങനെ കുട്ടപ്പൻ ഈ പെട്ടിയായിട്ട് ഇങ്ങനെ വരിക. ഇങ്ങനെ ചാടി ഫ്രണ്ടിലോട്ടൊരു വരവുണ്ട്. എന്നിട്ട് കുട്ടപ്പൻ ചേട്ടാ ഒരു മിനിറ്റ് അമ്മമാര് വിളിക്കും. ആരാ? പ്രസാദ് കൂട്ടുകാരാ. ചിലവന്മാരെ ഈ മദ്യം കിട്ടിയ കൂട്ടുകാരെ മറക്കും. ഇവൻ അതല്ല ഏട്ടാ, ഇവൻ കൂട്ടുകാരെ എടുക്കും. കുഴപ്പമില്ല. പറയടാ. എടാ നീ എത്ര സമയമാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? സാധനം കിട്ടി. ആ രവിചേട്ടനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് വരുന്നെന്ന്. പെട്ടെന്ന് വാ. വരുന്നു. ചേട്ടൻ ഇരുന്നാ ഞാൻ പോയിക്കോട്ടെ. അങ്ങനെ ഈ കുട്ടപ്പൻ ഇങ്ങനെ വരും. ഈ പെട്ടിയായിട്ട് കുട്ടപ്പൻ ഒരു വരവുണ്ട്. കോളുണ്ട് ചേട്ടാ, കോള് ഇതേ വരുന്നു. ഒരു മിനിറ്റ്. ഈ പെട്ടി താത്ത് വെച്ചോട്ടെ. പെട്ടി താത്ത് വെച്ചു. കൈയുടെ ഈ കൈപ്പോയം കടയ്ക്കുവാ. ഹലോ എടാ നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടെന്ന്. എടാ അവിടെ നിൽക്കും. നീ പുള്ളിക്കാരൻ എന്നെ വിടണ്ടേ? ഞാൻ വരുന്നു. ബഹളം വെക്കാതെ. എന്റെ കൈ സാധനം കിട്ടിയല്ലോ, പിന്നെ എന്തിനാ വെപ്പാളപ്പെടുന്നേ? ഞാൻ വരുവാ. ഈ കുട്ടപ്പൻ പിന്നെ ഈ പെട്ടിയെടുത്തോണ്ട് ഇങ്ങനെ വരാം. എടാ നല്ല സാധനമാണ്. പിന്നെ ഒരു ദിവസം കാണാം. ഇപ്പൊ നമ്മുടെ അടുത്ത് അവിടെ ക്ലബിൽ പരിപാടി ഉണ്ട് തിരുവോണത്തിന്. ധൃതി നിൽക്കുമല്ലേ? എനിക്ക് പോയല്ലേ പറ്റൂ. ചേട്ടന് ഈ നാടകം കളിച്ചിട്ടില്ലെന്ന് തോന്നല്ലേ? അങ്ങനെ മനസ്സിലായി. അല്ല എനിക്കത് മനസ്സിലായി. ചേട്ടന് ഒരു ആക്രാന്തം കാണുമ്പോ എനിക്ക് ഇത് ഒറ്റയ്ക്കാണ് അടിക്കണേ. എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ് ചേട്ടൻ. ഓ ശരി. അവന്റെ കൂട്ടുകാർക്ക് അവര് അവിചാരിതോട്ട് ഞാൻ കണ്ടുപോയതാ. അപ്പൊ ഞാൻ പറയണം നിങ്ങൾ ഇവിടെ നിൽക്കും, ഞാൻ പോയി മേടിച്ചോണ്ട് വരാം സാധനം. അമ്മമാർക്ക് മേടിച്ചു കൊടുക്കുക. അമ്മമാർക്ക് മേടിച്ചു കൊടുക്കുക. അത് ശരി. വേറെ സാധനം കിട്ടത്തില്ലല്ലോ. കിട്ടാ. അല്ല വഴങ്ങത്തിൽ ഇവനെ ഒതുക്കണം ഇവനെ. എടാ ഞാൻ ഇപ്പൊ പറഞ്ഞെന്താണെന്നറിയോ, ഇതിപ്പോ ആ സ്കൂളിന്റെ ഗ്രൗണ്ടിലെങ്ങാനും പോയിരുന്നു അടിച്ചു കഴിഞ്ഞാൽ തൂഫാൻ പൊക്കും. അതങ്ങനെ മദ്യം കഴിക്കുമ്പോ തുപ്പാൻ പൊക്കുന്നാണോ പറഞ്ഞത്? ഓപ്പറേഷൻ തൂഫാൻ വന്ന് പൊക്കും. പിന്നെ വിഷയല്ലേ ഇപ്പൊ നടക്കുന്നത്? ആണോ? നിങ്ങൾക്ക് ആ പിള്ളേരെ പരിചയമുണ്ടോ? എനിക്ക് വലിയ പരിചയമില്ല. എന്നാലും കണ്ടപ്പോ എന്നെ ഇങ്ങനെ അവിടെ പ്രശ്നം വരുന്നത്. എടാ ഒരു പരിചയം അവന്മാര് വല്ല കൊള്ള ഉണ്ടാക്കിയാൽ നീ അകത്ത് പോകും. ഞാൻ പറഞ്ഞു പോയവരോട്, ഞാൻ കൊണ്ടുവരില്ലെന്ന് പറഞ്ഞു പോയത്. എടാ നീ തൊത്തമായിട്ട് നീ ഒറ്റയ്ക്കിരുന്ന് അടി. ഞാനതാ പറയുന്നത്. അല്ല ഒറ്റയ്ക്കിരുന്ന് അടിക്കാനാണ് തന്നെ ഒരു സ്ഥലമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവന്മാർ സ്ഥലമാണോ ഇല്ലാത്ത സ്ഥലത്തിനാണോ ഇത് വല്ല പാടില്ല. അതുകൊണ്ടാണ് സ്ഥലമൊക്കെ ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരുത്തൻ അതിനുള്ള സ്ഥലം ഒപ്പിച്ച് തരും, 2 ഗ്ലാസും വെള്ളവും ടച്ചിങ്സും കൊണ്ട് തരും. പക്ഷെ ആ പുള്ളിക്ക് 2 കൊടുക്കണം. അതിപ്പോ എന്താ ഇപ്പൊ നമ്മൾ കരൾ പോകുന്ന സാധനം 2 3 കൊടുക്കാം. അങ്ങനെയാണ് ഒരു കാര്യം. ഞാൻ ആ പയ്യനെ പറഞ്ഞുവിടാം കേട്ടോ. അവന്റെ പേര് ഉദയൻ എന്നാ. അപ്പൊ ഞാൻ ഇവിടുന്നാ അവനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാന്ന്. ആണല്ലേ? പിന്നെ ചെറുക്കനെ ഉദയടാ എടാ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ചെറുക്കൻ ഒന്നേ സെറ്റ് ചെയ്തതേ കേട്ടാ. ഉദയ ചെല്ലടാ അങ്ങോട്ട്. ഉദയ ഞാൻ വരാം കേട്ടോ. ഞാൻ വരാവേ. ഈ ചുമ്മാ ഇത് ഉദയോ രവിയണ്ണം പറഞ്ഞിട്ട് വന്നാന്നോ? അതെ. ഇതിവിടെ കൊണ്ട് തരാൻ പറഞ്ഞു കേട്ടോ. കാരണം ഈ 2 ഗ്ലാസ് രവിയണ്ണം പറഞ്ഞ് ഇവിടെ കൊണ്ട് തരാൻ ഉദയനോട് പറഞ്ഞു. അല്ല രവിയണ്ണ ചേട്ടാ. രവിയണ്ണ ഇപ്പൊ എന്നെ പറഞ്ഞു വിട്ടാ ഉദയ ചെല്ലടാ കൊണ്ട് കൊടുന്നു. അതല്ല അങ്ങനെ പറഞ്ഞു വിട്ടേ. അല്ല രവിയണ്ണല്ലേ ഇവിടെ ഇപ്പൊ രവിയണ്ണം വന്നാലേ അത് ഗീച്ചത്തല്ലായിരിക്കും. അതല്ല ചേട്ടാ രവിയണ്ണോ രവിയണ്ണ ഈ പുള്ളി ഇത് സമ്മതിക്കത്തില്ല കേട്ടോ. ഉദയനല്ല പുള്ളിക്ക് വലുത്, രവിയണ്ണ പുള്ളിക്ക് വലുത്. അല്ല എന്തായാലും കാണില്ല. അല്ല രവിയണ്ണ ചെല്ലണ്ണ. രവി ചെല്ലി എന്താ വാടാ ഉദയായി ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടായി. നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കാൻ പറ്റി. എന്തുവാടാ വേണ്ടത്? എന്തുവാടാ? അല്ല ചേട്ടാ ഉദയൻ ആ വയ്യാത്ത കാലം മാറ്റി ആ ചെറുക്ക് എത്ര പ്രാവശ്യം നടന്നാ കൂട്ടി. ചേട്ടൻ അങ്ങോട്ട് പോയിട്ട് രവിയായിട്ട് തിരിച്ചു. ആ ഉദയം പറയൂടാ. അതായത് സൗകര്യം ഒരുക്കത്തിൽ 2 പേക്ക് അവന് കുറ വെഗ് കൊടുക്കുന്നില്ലല്ലോ ചേട്ടാ. ഇതിപ്പോ എനിക്ക് പട്ടായി. ചേട്ടൻ അങ്ങോട്ട് പോയിട്ട് നിന്റെ പണി നോക്കിയാ. ഡാ ഉദയ ഇങ്ങോടാ. അത് കൈകാര്യം ചെയ്തു. അതാവാൻ പരിപ്പോളാ. എടാ ചെല്ലടാ ഉദയ അങ്ങോട്ട്. അല്ല പുള്ളി പറഞ്ഞിട്ടാണേ എനിക്ക് അങ്ങനെ ഇതില്ല. അല്ല ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടനല്ലേ രവിചേട്ടൻ. പിന്നെ ചേട്ടൻ പോയിട്ട് ഇങ്ങനെ ഉദയനായിട്ട് കാലും വയ്യാതെ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. തലയ്ക്കകത്ത് ആത്താമസം ഇല്ലടാ. ഇല്ല അതാണ് എന്റെ പെണ്ണുമ്പളെ എനിക്ക് മദ്യം തരത്തില്ല. അതുകൊണ്ട് അപ്പൊ ആരും അടിച്ചെന്ന് വെച്ചാൽ ഉദയൻ അടിച്ചെന്ന് നീ പറഞ്ഞാൽ മതിയെന്ന്. ഞാൻ അടിച്ചിട്ടില്ല, ഉദയനെ അടിച്ച. ഉദയനാ അതിന് വേണ്ടിയിട്ടുള്ള ഉദയന് വേണ്ടിട്ടാ. ഉദയനെ അങ്ങ് പറഞ്ഞു വിട്ട് അവൻ അടിച്ചയച്ചൊരു വിഷയമാണല്ലേ. ഉദയ അങ്ങ് ചില അവനെ അങ്ങ് പറഞ്ഞിട്ട് അവനെ 2 ആഴ്ച കരിപ്പാവൻ ഒഴിയടാ. ചേട്ടാ അവിടെ ഒക്കെ പോയാൽ കലിപ്പും പ്രശ്നം ഉണ്ടാവാ.
ഞാൻ അങ്ങനെ കുടിയില്ല, അവിടെ സമ്മതിക്കാത്തോണ്ടേ. ആ അതാണ് വരുത്തില്ല ഇപ്പം. കുഴപ്പമില്ല, മറ്റേ ഭജനത്തിന്റെ പറയാ. ചേച്ചി വന്ന പ്രശ്നമാവോ? എന്തോ കാര്യപ്പ ഒന്നുമില്ല. ഈ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു പട്ടാളക്കാരൻ കൂടെ ഇരുന്ന് ഇച്ചിരി മദ്യം കഴിക്കണം. അതൊക്കെ എപ്പോഴും സഹായിക്കുന്നതല്ലോ. അതിർത്തിയിൽ ഇങ്ങനെ നമ്മൾ അതിർത്തി ആക്കുന്ന ആൾക്കാരല്ലേ. താങ്ങട്ടെ ഞാൻ. അടി അടി അടി. ചേട്ടാ ഇവന്മാർക്കൊന്നും ശരിയായില്ല. ശിവൻ പിന്നെയും വിളിക്കണം ചേട്ടാ. ഒരു മിനിറ്റ്. ഹലോ എടാ ഞാൻ വരുന്നില്ല. ഞാൻ ആ പുള്ളിക്ക് ഒരെണ്ണം കൊടുത്തിട്ടേ, പുള്ളി പാവാ, പുള്ളിക്ക് ഒരെണ്ണം കൊടുത്തിട്ട് ഞാനങ്ങ് വരാം. പുള്ളിയോട്ട് 2 വർത്താനൊക്കെ പറഞ്ഞിട്ടങ്ങ് വരാം. വേഗം വരാം. കൊടുത്താ ആ പുള്ളിക്ക് കൊടുത്ത് മദ്യം കൊടുത്താ കൊടുത്ത്. ഷേടാ നീ എന്ത് മണ്ടത്തരമായി കാണിച്ചത്? എന്താ എടാ അങ്ങേർക്കൊരു കുഴപ്പമുണ്ട്. എന്നെ എടാ അങ്ങനെ ഓരോ പെഗ് മദ്യം അടിക്കുന്തോറും ഓരോരോ ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കും. എടാ നീ അവിടെ നിങ്ങളൊന്ന് രക്ഷപ്പെടാൻ നോക്ക്. ആണോ? ആ അന്നാ വെച്ചു. പ്രസാദേ, ഓ പുള്ളി തോക്കെടുത്ത് വെച്ചടാ. തോക്കെടുത്ത് വെച്ചാ? ആ വെച്ച്. എടാ ഓടല്ലേ, പിന്നെ ഓടിയാ നിന്റെ ചന്തിക്കിട്ട് വെടിവെക്കും. ഞാനിപ്പോ എന്താണ് ചെയ്യുന്നത്? നീ അനങ്ങാതെ നിന്നു, എങ്ങനെയെങ്കിലും അവിടെ ഊരാൻ നോക്ക് നീ. ചേട്ടാ നീ എങ്ങനെ നുഴഞ്ഞു കയറി ഇന്ത്യൻ അതിർത്തി? ചേട്ടാ ഞാൻ ഇത്രയും തീവ്രവാദികളുമായി എങ്ങനെ നീ നുഴഞ്ഞു കയറി? അത് മാത്രം അറിഞ്ഞാൽ മതി. അയ്യോ ചേട്ടാ ഞാൻ രാജേഷാണ് ചേട്ടാ. മദ്യം ഞാൻ കുപ്പി മേടിക്കാൻ ചേട്ടാ കൊല്ലല്ലോ കൊല്ലല്ലോ പ്രസാദേ, പ്രസാദ് പുള്ളി കളിപ്പായിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ എന്താ ചെയ്യണ്ടേ? എന്നാ പിന്നെ വേറെ അടുത്ത കൂടെ അടുത്ത കൂടെ അടുത്ത കൂടെ. ചേട്ടാ ആണുങ്ങളില്ലാത്തപ്പോൾ വീട്ടിൽ കയറി വന്ന സ്ത്രീകളെ തൊടൽ. നാളിതുവരെ മറ്റൊരു പുരുഷന്റെ കരസ്പർശം ഏറ്റിട്ടില്ല ഈ സുധാമണിക്ക്. അതുകൊണ്ട് നീ തന്നെ എന്നെ കെട്ടണം. അയ്യോ മറ്റൊരു പുരുഷത്തേക്ക് പോയില്ല. അയ്യേ നീ തന്നെ എന്നെ കെട്ടണം. മച്ചാനെ വായൻ മച്ചാനെ വാ അച്ചാരം താ. ചേച്ചേ ചേച്ചേ എന്താടാ വായതി എന്താടാ? ഒന്നുമില്ല. ഞാൻ പോയില്ലടാ ഇതുവരെ. ഞാൻ പോകാൻ പോയിരുന്നു. അപ്പോഴാ ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത്. നീ മദ്യം കൊടുത്താ? ഞാനായിട്ട് കൊടുത്തല്ല, പുള്ളിക്കാരൻ നിർബന്ധിച്ച് നാടകത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് അടുപ്പിച്ച. അയ്യോ അടിച്ചാ? അടിച്ച്. ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ എന്തായി? ആദ്യം എന്തോ ഒരു മേജർ എന്താണ്ടൊക്കെയായി, പട്ടാളക്കാരനാ ഏതാണ്ടൊക്കെയായി, തീവ്രവാദിയാണെന്ന് എനിക്ക് ചോദിച്ചു. എന്നിട്ട് ഇപ്പൊ ഇവിടെ എത്തി? ഇപ്പൊ ഒരു ലേഡി എന്നെ പിടിച്ചിട്ട് പറഞ്ഞ് കെട്ടണം എന്നൊക്കെ പറഞ്ഞല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, നീ 2 എണ്ണം കട്ടാക്കി ഒഴി. ഒഴി അങ്ങോട്ട്, 2 എണ്ണം കട്ടാക്കി ഒഴി അങ്ങോട്ട്. ദൈവമേ, ഇത് മാറ്റി തരാം ഞാൻ ഇതാ പറയുന്നത്, ഇങ്ങനെ മദ്യം കൊടുക്കരുതെന്ന്. ചേച്ചി ഞാനത് കൊട്ടങ്ങ് പൊയ്ക്കോട്ടെ. നീ പോകാൻ വരട്ടെ. നീ ഇതെല്ലാം ഒപ്പിച്ച് കൂട്ടിയിട്ട് ഇങ്ങോട്ട് എടുക്ക്. ചേച്ചി ഞാൻ പൊക്കോട്ടെ. ചേച്ചി ചേട്ടോ. സുമതി മൈനി നീയാ? എന്റെ ആളെ നീട്ട് എന്താ വിഷയം? എന്തോ വിഷയം പറയാനാ? നീ ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം 1 എണ്ണം അടി. കല്യാണത്തിന് മുമ്പേ എവിടെ ശീലം? അങ്ങനെ അറിഞ്ഞാ നിന്നെ അറിയാലോ. അത് കുഴപ്പമില്ല, നീ അടി. ഇപ്പൊ മറ്റേ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ അടുത്ത് വരാൻ പോകുന്ന കൃഷി മന്ത്രാലയം ലാസ്റ്റ്. കൃഷി മന്ത്രാലയം? പക്ഷേ നീ എന്നെ കെട്ടണം. ഞാനോ?
കെട്ടിയേ പറ്റൂ. ചേട്ടാ ചേട്ടോ എന്ത് തെയ്യാതിനന്തോ ദിനന്തിനന്താരോ തെയ്യാതിനന്തോ തെയ് തെയ്യാതിനന്തോ ദിനന്തിനന്താരോ തെയ്യാതിനന്തോ തെയ്. കലപ്പേന്തി കർഷകൻ കേന്ദ്ര കൃഷിപന്താഴത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ തെങ്ങ് മണ്ടരി ബാധിച്ചു പോയോ, അതോ റോസാപ്പൂ തന്നെ കൊഴിഞ്ഞു പോയോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ടോൾ ഫ്രീ നമ്പറായ 9904-039 വിളിക്കൂ. തീർത്തും സൗജന്യം. അല്ല പിന്നെ ഓ എന്റെ പൊന്നി ചേച്ചി, ഓ എത്ര ക്യാരക്ടറുകളായിട്ടാ വന്നത്, എത്ര സ്വഭാവമായിട്ടാ വന്നത്. ഓരോ ബെഗിനും ഓരോരോ സ്വഭാവമായിരുന്നു. പക്ഷെ ഇത്രയും പെശായിട്ടുള്ള ആളെ ചേച്ചി ഒറ്റയടിക്ക് വീഴ്ത്തി കളഞ്ഞല്ലോ. ഇത് എങ്ങനെ സാധിച്ചു? എടാ ഇങ്ങേർക്ക് ഓരോ സ്വഭാവം മാറാനായിട്ട് ഓരോ പെഗ് വെച്ച് വേണം. പക്ഷെ ഈ എനിക്ക് അങ്ങനെയില്ല. ഒറ്റ പെഗ് മതി എന്റെ സകല സ്വഭാവം മാറാൻ. അറിയാമോ? അതാ ഈ കിടക്കുന്നത്. കാവിലമ്മേ, കനകമ്മേ. അപ്പൊ കേണൽ എങ്ങനെയുണ്ടായിരുന്നു സ്കിറ്റ് എന്ന് നമുക്ക് നേരെ നമ്മുടെ കാര്യക്കാരെടുത്ത് ചോദിച്ചു നോക്കാം. നസീർക്ക കൊള്ളായിരുന്നു കേട്ടോ. കുറേ സംഭവങ്ങൾ ക്യാച്ച് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഈ മിലിറ്ററിയുടെ കുപ്പി കച്ചവടം, അത് വാങ്ങിക്കാൻ വരുന്ന ആള്. പക്ഷേ ഇതൊന്നുകൂടെ ആഞ്ഞ് നിങ്ങൾ ഒന്ന് ഇരുന്നിരുന്നെങ്കിൽ ഗംഭീര സാധനമാക്കാമായിരുന്നു. അതിനുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നത്. പക്ഷെ എവിടെയൊക്കെയോ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തു. ആദ്യമൊക്കെ നല്ല രസമായിരുന്നു. ആ ഇവിടുത്തെ ഇൻട്രഡക്ഷൻ കഴിഞ്ഞ് നേരെ അവിടെ ചെന്ന് ഭാര്യയായിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. മദ്യം വാങ്ങിക്കാൻ വന്നു. അതിന് ശേഷമാണ് ചെറിയ മാറ്റങ്ങളൊക്കെ. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ കുറേ നേരം സൈലൻ്റ് ആയിട്ടിരുന്നില്ല രൂപം മാറാൻ വേണ്ടിയിട്ട്. അവിടമാണ് നമുക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. ശ്യാമിന് ആ മാറിയെടുക്കാനായിട്ടുള്ള സമയം വരുന്നുണ്ടല്ലോ, ഇങ്ങനെ കുറേ നേരം ഇരിക്കുന്നത്. അവിടെ ഒക്കെ ഡെഡായി പോയതുപോലെ നമുക്ക് ഫീൽ ചെയ്തു. ആ ഒരു കുഴപ്പങ്ങളേ ഉള്ളൂ. പക്ഷേ ഒന്നുകൂടെ ഒന്ന് ആഞ്ഞ് പിടിച്ചിരുന്നേ കുറച്ചുകൂടെ ഗംഭീരമാക്കായിരുന്നു. നല്ലതായിരുന്നു, നല്ല കണ്ടന്റാണ്. ആ സാധനങ്ങളൊക്കെ കുഴപ്പമില്ലാത്തവരെ നിങ്ങൾ ഓടിച്ചുകൊണ്ട് എത്തിച്ചു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എന്താ പറയണ, ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മളെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ടുള്ള ആ കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിരുന്നു. നസീർക്കൊക്കെ ഇവിടുന്ന് പറഞ്ഞപ്പോഴേക്കും അതിൻ്റെ കൗണ്ടറൊക്കെ ഭയങ്കര, അതൊരു സ്ക്രിപ്റ്റഡും അല്ല നമ്മളിപ്പോൾ പറഞ്ഞു തന്നത്. അത് നമ്മളെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ചിരിക്കാൻ വേണ്ടി തന്നെ ഉണ്ടായിരുന്നു നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഭവത്തിൽ. എനിക്ക് ആ ഇത് പറഞ്ഞത് ഭയങ്കര ഇഷ്ടമായി. കാരണം നമുക്കൊന്ന് ഇരിക്കണോട്ടാ, അശോകനൊന്ന് ചെയ്യിക്കണമെന്ന്. അതിന് മാത്രം റൂം എടുത്തിട്ട് അത് ഗംഭീരമായിരുന്നു. കാരണം നല്ല ഗ്രാൻഡായിരുന്നു. പിന്നെ എനിക്ക് ബിജുവിൻ്റെ കേസിൽ നമ്മൾ എത്ര ഇപ്പം കളിയാക്കിയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞാലും ബിജു പെണ്ണായിട്ട് ഹ്യൂമർ ചെയ്യുന്ന ആ ഒരു സംഭവം ഒറിജിനലി പെണ്ണ് വന്നാൽ ഇവരിൽ കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര, കാരണം ആ വന്ന് നിൽക്കുന്ന സമയത്തും ആ കയ്യിലൊരു ഉമ്മ വെക്കുമ്പോഴുള്ള എക്സ്പ്രഷനൊക്കെ ശരിക്കും ഒരു പെണ്ണ് ചെയ്താൽ ചിലപ്പോൾ ഇത്രക്ക് കോമഡി ആയിട്ട് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അറിഞ്ഞുകൂടാത്തോണ്ടാണ്. അത് ഗ്രാൻഡായിരുന്നു. പിന്നെ രാജേഷ് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതിനനുസരിച്ച് തന്നെ രാജേഷ് ചെയ്യാറുമുണ്ട്. എനിക്ക് ആ ഉദയനായിട്ട് പോകുന്നൊരു സംഭവം അത് മോണോ ആക്ട് ആണോ അല്ലെങ്കിൽ അഭിനയിച്ച് രണ്ടാൾ വരുന്നതാണോ എന്നൊക്കെ നമുക്ക് ഭയങ്കര, അതിന് ഞാൻ കൈവിട്ട് ചിരിച്ചു പോട്ടെ ഭയങ്കര. കാരണം അത് ഭയങ്കര രസമായിരുന്നു. ഓരോരുത്തരും ഉദയനും മറ്റേ പുള്ളി മാറി വരുമ്പോൾ ഇയാൾക്ക് ഈ കുടിക്കാനുള്ള ഈ എന്താണ് ത്വര, ആ സംഭവം ഗ്രാൻഡായിരുന്നു. പിന്നെ രണ്ടാമത്തേൽ കാണിച്ചപ്പോൾ കുറച്ച് ഗ്യാപ്പുകൾ വന്നിരുന്നു. അത് അത്രക്ക് എനിക്കൊരു ചിരിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ക്ലൈമാക്സ് ഒക്കെ നന്നായിരുന്നു. ആ ഒരു സാധനത്തിൽ പോർഷനിൽ മാത്രം ഒരു ഇത്തിരി വലിഞ്ഞ പോലെ തോന്നിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നണത് ഇങ്ങനെ റിപ്പീറ്റഡ് അതും കണ്ട് ഇതും കണ്ടതിൻ്റെ പേരിലായിരിക്കും അത്. അപ്പോൾ ഈ ഗ്യാപ്പും കാര്യങ്ങളും പിന്നെ വരാനായിട്ടുള്ള ചേഞ്ച് ആവാനായിട്ടുള്ളൊരു ടൈം എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ചെങ്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം രണ്ട് കാര്യക്കാരും അവരവരുടെ നിങ്ങളുടെ പോരായ്മകൾ പറഞ്ഞു. പക്ഷെ അതിൽ നിന്നും ഞാൻ അതൊന്നും പറയുന്നില്ല. കാരണം ഞാൻ ഈ ഒരു സ്കിറ്റ് ഞാൻ ശ്യാമിൻ്റെ വൺ മാൻ ഷോ എന്ന രീതിയിൽ ഞാൻ കാണുന്നത്. കാരണം ശ്യാം എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഞാൻ ഇപ്പോഴും പറയുകയാണ്, നമ്മുടെ മണിച്ചേട്ടനൊക്കെ ഒരു സ്റ്റേജിൽ 3-4 ലക്ഷം രൂപയൊക്കെ വെച്ച് ഒരു പരിപാടി കളിക്കുമ്പോൾ മണിച്ചേട്ടൻ ലാസ്റ്റ് വിയർത്ത് കുളിച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. നമുക്കറിയാവുന്ന ഒരു പരിപാടിയാണ്. അമ്മാതിരി വിയർത്ത് കുളിച്ചിട്ട് ശ്യാം എന്ന് പറഞ്ഞാൽ ഒരു സ്കിറ്റ് എങ്ങനെ മേളിൽ കയറ്റാം, എത്രത്തോളം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ ആസ്വദിപ്പിക്കാവുന്ന രീതിയിൽ ശ്യാം ഭയങ്കര പെർഫോമൻസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ശ്യാം. ഗംഭീരമായിരുന്നു. കാരണം നമ്മുടെ ദശാവതാരം എന്നൊക്കെ പറയുന്ന പോലെ ശ്യാമു പല 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 പരിപാടികളും ഇവിടെ ശ്യാം എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പല കാര്യങ്ങളും സ്ക്രിപ്റ്റിൽ ശ്യാം എൻ്റെ അടുത്ത് പറയാത്ത പരിപാടിയാണ് ഞാൻ പറഞ്ഞു. ഇപ്പം രണ്ടാമത് റൂം എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ റൂം എടുക്കില്ല, എന്തായാലും 2 അടിച്ചാൽ നീ മാറും. അതുകൊണ്ട് ഞാൻ എന്തായാലും റൂം എടുത്ത് അശോകം കാണിക്കുന്നില്ല, നമുക്ക് പിന്നെ പേഴ്സണലായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പെർഫോം ബിജു അണ്ണ, രാജേട്ട അടിപൊളിയായിരുന്നു.
ഗംഭീരമായിരുന്നു നിങ്ങളുടെ നിങ്ങൾ പതിവ് പോലെ തന്നെയാണ്. നിങ്ങളുടെ സ്കിറ്റുകൾ വളരെ മനോഹരമായിട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. എടാ അടിപൊളി. എന്തായാലും നസീർക്ക തന്നെ മാർക്ക് പറഞ്ഞു തുടങ്ങിക്കോളൂ. ഞാൻ ഈ സ്കിറ്റിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് ഒരു 15,000 രൂപ. ഓക്കെ. അപ്പൊ ഇതൊരു തുറപ്പ് ചീട്ടാക്കി വെക്കാം എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. 15,000 രൂപ. ബിജുകുട്ടൻ ചേട്ടാ? ഞാനും ഒരു 15,000 രൂപ. 15,000. ഓക്കെ. അപ്പൊ 30,000 രൂപയായിട്ടുണ്ട് ഇപ്പോഴത്തെ ടോട്ടൽ. അടിപൊളി. ഇനി നമുക്ക് ചോദിക്കാം നമ്മുടെ സ്വന്തം അസീസിക്കയോട്. എന്നാ പിടിച്ചോ. 60,000 രൂപയാണ് നേടിയിരിക്കുന്നത് ഈ സ്കിറ്റിനായിട്ട്. കൺഗ്രാചുലേഷൻസ്. അപ്പൊ അടുത്ത തവണ നമുക്ക് പഞ്ചായിട്ട് കാണണം കേട്ടോ. സുന്ദരിയായിരിക്കുന്നു ചേട്ടൻ. സൂപ്പറായിട്ട്. ഒന്നാമത് അത് ഊരാൻ അവന് താല്പര്യമില്ല. ആ കൂടെ സുന്ദരി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമുണ്ട്. ഇതുവരെ വന്ന് പ്രൊമോട്ട് അതൊക്കെ ചുമ്മാ പറയുന്ന ഭയങ്കര ഇഷ്ടമാണ്. പൊടിയൂരെ ഈ ഫീമെയിൽ ചെയ്തില്ലാടാ ഞാൻ മാറ്റി ചെയ്യാന്ന് പറയുമ്പോഴും നമ്മളൊരു സ്കിറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഫീമെയിൽ പോർഷൻ ഉണ്ടെങ്കിൽ അത് ഞാനോ തിരുവമ്പാടിയോ ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് വിശ്വാസം അത് ബിജു പൊടിയൂർ ചെയ്യുന്നതിനാണ്. കാരണം നമുക്ക് അതിന്റെ 25% മതി സ്ക്രിപ്റ്റിൽ. അപ്പൊ അവനൊരു 100% തരുമെന്നുള്ള വിശ്വാസം. അല്ല, ഇതില് 3 മെയിലായിരുന്നു. അങ്ങനെയാണ് കഥ ഉണ്ടാക്കിയത്. ഇതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഇത് 3 പേരും 2 കൂട്ടുകാരനും പട്ടാളക്കാരനും. അപ്പൊ അവന് രാത്രി ഉറക്കം വന്നില്ല. അല്ല, അന്ന് മുതല് വെള്ളം കൂടി ഇല്ല. അപ്പൊ ഞങ്ങള് കാലത്തേക്ക് വന്നപ്പോ ബിജു തന്നെ പറഞ്ഞു, അണ്ണാ ഞാൻ ഇതിനകത്ത് കേണലിന്റെ ഭാര്യയായിട്ട് ചെയ്യാം, കുറച്ചും കൂടെ ഗ്രാൻഡ്. അല്ല, അപ്പം വേറെ റൂട്ട് പറഞ്ഞു. ഇങ്ങനെ റൂട്ടുണ്ട്, ഇങ്ങനെ ഇപ്പൊ കളിച്ച റൂട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യാം, ഇതാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ മറ്റേതിനേക്കാളും കുറച്ചുകൂടെ നല്ല ഇതായിരുന്നു. ഞാൻ നമ്മുടെ ബിജുവിനെ നമ്മുടെ ഫ്ലവേഴ്സിലെ ഇത് ഐറ്റം വേറെ കറക്റ്റായിട്ട് പറഞ്ഞില്ല എന്ത് സ്ഥാനമാണ് കൊടുക്കണത്. ഐറ്റം വേറെ അല്ലേ? ആസ്ഥാന ഐറ്റം വേറെ. ഇനി ഇവൻ ഇത് വെച്ച് ഷോക്കാട് അടിക്കും. എന്നെ കൊണ്ട് മെയിൽ ചെയ്യിക്കാത്ത ആളായി പറയണത്. അപ്പൊ ചേട്ടന്മാരെ ഓൾ ദി വെരി ബെസ്റ്റ്. 60,000 രൂപയാണ് ഈ സ്കിറ്റ് വേണ്ടി നേടിയിരിക്കുന്നത്. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. എന്റെ വയറ് വേദനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എപ്പിസോഡ്? കാര്യക്കാര് ഹാപ്പി അല്ലേ? അപ്പൊ വീണ്ടും കാണുന്നത് വരേക്കും ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.